അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എണ്ണിയാലൊടുങ്ങാത്ത കോടാനകോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ സങ്കീർണമായ ഒരു സൃഷ്ടിപ്പ് നടത്തി ഈ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളി തന്നത് എന്തിനു വേണ്ടിയാണ്? അത് അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മൾ തയ്യാറാകുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ഇപ്പം നമ്മൾ മഗ്രിബ് നമസ്കരിച്ചിട്ടാണ് വരുന്നത്. മഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ചപ്പോൾ 6 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് നമ്മളതിന് ഉത്തരം നൽകി. ഇഖാമത്തിലും പറഞ്ഞു. മഗ്രിബ് നമസ്കാരത്തിൽ നമ്മളൊരു 17 പ്രാവശ്യമെങ്കിലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഒരു 11 പ്രാവശ്യം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആരെങ്കിലും
നമസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം എത്ര തവണ ഈ ഒരു മഗ്രിബ് ബാങ്ക് മുതൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചിട്ടുണ്ട്? ഒരു 10-70 തവണയെങ്കിലും ഈ പറഞ്ഞ മഗ്രിബും സുന്നത്തും ബാങ്കും ഇഖാമത്തൊക്കെ കേട്ട ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രാവശ്യമെങ്കിലും ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് നമ്മൾ പ്രഖ്യാപിച്ച, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഏഷ ബാങ്ക് വിളിക്കും, അതിന് നമ്മൾ ഉത്തരം പറയും കേട്ടാൽ, ഇഖാമത്ത് വിളിക്കും, ഇശാ നമസ്കാരത്തിൽ നമ്മളൊരു പക്ഷേ 22 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലേ നിസ്കാരം പൂർത്തിയാവുള്ളൂ. അതിന് ശേഷം വീണ്ടും 33 പ്രാവശ്യം പറയും. കിടക്കാൻ പോകുമ്പോൾ വീണ്ടും നമ്മൾ ചിലപ്പോൾ അല്ലാഹു അക്ബർ പറയും. അങ്ങനെ എത്രയോ പ്രാവശ്യം നമ്മൾ നിരന്തരം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അല്ലാഹു അക്ബർ, അതൊന്ന് ആത്മാർത്ഥമായി ആലോചിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ. ഇന്നിപ്പോൾ നേരം വെളുത്തിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം യൂട്യൂബ് തുറന്ന് ഇറാൻ എത്ര മിസൈൽ വിട്ടു, ഇസ്രായേൽ എത്ര മിസൈൽ വിട്ടു, അമേരിക്ക എന്തൊക്കെ ചെയ്തു എന്ന് മാറി മാറി യൂട്യൂബ് വീഡിയോ കണ്ട എത്രയോ ആളുകളുണ്ട്. നമ്മൾ അതിന് ചെലവഴിച്ച സമയത്തെക്കാളേറെ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കേണ്ട. ഇപ്പോൾ ഒരാളോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? അല്ലേ, ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? സ്വാഭാവികമായും അതിൻ്റെ മറുപടി ഉമ്മയാണ്. ഉമ്മമാരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റാരും ലോകത്ത് ഒരു സൃഷ്ടിയെയും സാധാരണഗതിയിൽ സ്നേഹിക്കുക. അതൊരു നാച്ചുറലായിട്ടുള്ള സ്നേഹമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഉമ്മയാണ് നമ്മളെ പ്രസവിച്ചത്. ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉമ്മ. അല്ലേ, ഒരു കള്ളുടിയൻ്റെ കഥ പറയലുണ്ട്. ഒരു കള്ളുടിയ ഉമ്മാനെ കിണറ്റ് കൊണ്ടിടാൻ വേണ്ടി ചാക്കിൽ കെട്ടിക്കാണ്ട് കൊണ്ടുപോകാണ്. അപ്പോൾ ഇവൻ തട്ടിത്തടഞ്ഞ് വീണ്, ചാക്ക് തലയിൽ നിന്ന് വീണ്, ഉമ്മ അങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പം ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കണം, മോനെ വല്ലതും പറ്റിയോന്ന്. അതാണ് അതിനേക്കാൾ കൂടുതലൊന്നും പറഞ്ഞുതരല്ല. അതാണ് ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ. ഉപദ്രവിച്ചാൽ പോലും തിരിച്ച് സ്നേഹിക്കുന്ന, അല്ല, എത്ര വലിയ തെമ്മാടിയാണെങ്കിലും ആ ഉമ്മ എന്നുള്ളൊരു വികാരം ഉണ്ടാവും. എൻ്റെ മകനാണല്ലോ അത് എന്നുള്ളത്, അവൻ നന്നാകും. അപ്പോൾ നമ്മൾ ഉമ്മാനെ സ്നേഹിക്കുന്ന 10 മാസം നമ്മളെ ചുമന്നു. അല്ലേ, നമുക്ക് അസുഖം ഉണ്ടായപ്പോൾ ഉമ്മ ഉറങ്ങിയിട്ടില്ല. പലപ്പോഴും പെണ്ണുങ്ങൾ പറയും, ഇന്നലെ കുട്ടിക്ക് രാത്രി മുഴുവൻ പനിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങളെ വിളിച്ച് നിങ്ങൾ അങ്ങോട്ട് ഇരിഞ്ഞ് കിടന്നു. അപ്പോൾ ഞാൻ പറയും, ഞാൻ 12 മണിക്കല്ലേ വന്ന്, പകൽ മുഴുവൻ തിരക്കായിട്ടല്ലേ ഞാൻ ഉറങ്ങിപ്പോയതാണ്. ഇപ്പോൾ സാധാരണ എന്താ വെച്ചാൽ ഉമ്മ ഉറങ്ങൂല, അല്ലേ, നനച്ചുടച്ച് മരുന്ന് തന്ന്, ഛർദ്ദിക്കുകയാണെങ്കിൽ ആശ്വസിപ്പിച്ച്, അതാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഉമ്മാനെ വിഷമിപ്പിച്ചാൽ അള്ളാഹിൻ്റെ റസൂലിനോട് ഒരാളൊന്നും ചോദിക്കണ്ട, ഞാൻ ആരെയാണ് ഫ്രണ്ടാക്കേണ്ടത്, കൂട്ടുകാരനാക്കേണ്ടത് ചോദിച്ചപ്പം നിൻ്റെ ഉമ്മാനെയാണെന്നാണ് പറഞ്ഞത്. അപ്പം അയാൾക്ക് ചോദിച്ചാൽ അത്ര വലിയൊരു ആൻസറായിട്ട് തോന്നിയില്ല. മാറ്റം വരുമോ എന്നറിയാൻ വേണ്ടി ഒന്നുകൂടിയും ചോദിച്ചു നോക്കി. അപ്പോഴും പറഞ്ഞു ഉമ്മാനെയാണ്. 3 വട്ടം ചോദിച്ചപ്പോൾ ഉമ്മാനെന്നാണ് പറഞ്ഞത്. 4ാമത്തെ വട്ടം ചോദിച്ചപ്പോഴാണ് വാപ്പാനെന്ന് പറഞ്ഞത്. ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് സമാധാനിച്ച് കിടന്നു. കാരണം 3 സമ്മാനം ഉമ്മാക്കാണല്ലോ. അപ്പോൾ പിന്നെ ഉമ്മ നോക്കിക്കോട്ടെ വെച്ചിട്ട്.
അപ്പോൾ അതാണ് ഞാൻ നമ്മൾ ഉമ്മാനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ അള്ളാഹുവിനെ സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളെ ഉമ്മാനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം. ചില ആളുകൾ നടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു OP-യിൽ വരും. ഒരു പ്രായം 60-70 വയസ്സായ ഒരാൾ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സാധാരണ മുട്ടിന് തേയ്മാനൊക്കെയാണ് നമ്മൾ നോക്കുക. മുട്ടിന് തേയ്മാനുണ്ടോ? ഇപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കാണ്ട്. ഒരാൾക്ക് നടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്തൊക്കെ നോക്കണം അല്ലേ? അയാളുടെ എല്ലുകൾക്ക് പൊട്ടിയാൽ നടക്കാൻ പറ്റൂല, അയാളുടെ മസിൽ മുറിഞ്ഞാൽ അയാൾക്ക് നടക്കാൻ പറ്റൂല, അയാളെ ജോയിൻറ്റിന് അസുഖം വന്ന് വാദം പിടിച്ച് വീക്കും നീരൊക്കെ വന്നാൽ അയാൾക്ക് നടക്കാൻ പറ്റൂല, അയാളെ തലച്ചോറിൽ രക്തോട്ടം കുറഞ്ഞാൽ അയാൾക്ക് നടക്കാൻ പറ്റൂല, ഒരു ഭാഗം കുഴഞ്ഞു പോകും. അയാളെ തലച്ചോറിൽ നിന്ന് മസിലിലേക്ക് വരുന്ന സിഗ്നലുകൾ, നെർവിലെ നാഡികൾ, അതിലെ സിഗ്നൽ മര്യാദയ്ക്ക് വരുന്നില്ലെങ്കിൽ നടക്കാൻ പറ്റില്ല. ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ സോഡിയം കൊണ്ടാണ്, സോഡിയം ചാനലിലാണ് ഈ സിഗ്നൽ പോകുന്നത്. അതുകൊണ്ട് സോഡിയം കുറഞ്ഞാൽ കയ്യും കാലും തളരും, മസിൽ ബലം കുറയും. അങ്ങനെ എത്രയോ അസുഖങ്ങൾ നടക്കാൻ പറ്റാത്ത അസുഖങ്ങൾ. പിന്നെ കോർഡിനേഷൻ, നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ബാലൻസ് കിട്ടണം. നടക്കണം എന്നുണ്ടെങ്കിൽ മസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലിന് കുഴപ്പമില്ല, ജോയിൻറ്റിന് കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ബാലൻസ് ഇല്ല, നമ്മൾ വീഴും. ഇപ്പം ഇത്രയേറെ സംവിധാനങ്ങളെ നിലനിർത്തുന്ന, ഇതെല്ലാം സൗജന്യമായി നൽകിയ, ഇതിനൊന്നും ഒരു മെയിൻ്റനൻസ് ചാർജും ചോദിച്ചിട്ടില്ല. നമ്മൾ ഏതൊരു മെഷീൻ വാങ്ങുമ്പോഴും, ഇപ്പോൾ നിങ്ങൾ ഒരു ഡയാലിസിസ് മെഷീൻ, നമ്മളിപ്പോൾ ഒരു ഡയാലിസിസ് സെൻറ്റർ സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു നമ്മളെ കരുണ ക്യാൻസർ ഹോസ്പിറ്റലുണ്ട് ചമ്മാട്. അവിടെ 31 ഡയാലിസിസ് മെഷീൻ ഉണ്ട്, 31 മെഷീൻ. അത് 5 വർഷം കഴിഞ്ഞപ്പം അതിൻ്റെ അതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് പുതുക്കണം. ഒരു മെഷീന് വളരെ ഭീമമായ സംഖ്യയാണ് മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്. അതായത് ഒരു ഡയാലിസിസ് മെഷീൻ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ കമ്പനി അത് സർവീസ് ചെയ്ത് തരണമെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വർഷങ്ങളായി ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം, നിങ്ങൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ചാർജ് കൊടുക്കണ്ടോ? നമ്മുടെ കിഡ്നി അല്ലേ, ഒരു സാധനം, ഒരു മെഷീന് നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് സാധനം നമ്മൾ പെരിയ കൊണ്ട് ഫിറ്റ് ചെയ്താൽ അതിന് ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ കേടരും. സർവീസ് ചെയ്യണമെന്ന് പറയും. ഇത് കൃത്യമായി സർവീസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് കേടെന്നതാണ് പറയാം. ഇപ്പോൾ ഒരു 0 മെയിൻ്റനൻസ് ചാർജ്, നമ്മൾ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ചാർജ് അടക്കണില്ല. ഇതെല്ലാം ഔദാര്യമായി സൗജന്യമായി നൽകിയ ഒരല്ലാഹുവിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് അത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെന്താ വെച്ചാൽ നമ്മൾ യാന്ത്രികമായിട്ട് അങ്ങനെ ജീവിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ മരിബിസ്കരിച്ചു, നമ്മൾ കുറേ അള്ളാഹു അക്ബർ ചൊല്ലിയിട്ടുണ്ട് അല്ലേ? അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഒരു 10-60 തവണയെങ്കിലും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഉച്ചരിച്ച ആ അള്ളാഹു അക്ബർ. അപ്പോൾ അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിക്കണമെങ്കിൽ സഹോദരങ്ങളെ, അത് വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ, അത് ജീവിതം കൊണ്ട് തെളിയിക്കണം. അവിടെയാണ് വ്യത്യാസം അല്ലേ? കുറേ ആൾക്കാർ വണ്ടിയിലൊക്കെ സ്റ്റിക്കർ തൂക്കും അല്ലേ, അള്ളാ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിക്കർ ഉണ്ടാവും, പെരിയിൽ സ്റ്റിക്കർ ഒട്ടിക്കും. അതൊരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഒട്ടിക്കണാണ്. അല്ലെ സ്റ്റാറ്റസ് ഇടും കുറേ ആൾക്കാർ. ഇതെങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടോ സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ടോ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ? ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നാണ്. അള്ളാഹിൻ്റെ റസൂലിനെ പിൻപറ്റണം. അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിലൂടെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് അള്ളാഹുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് സഹോദരങ്ങളെ? അത് അള്ളാഹുവും റസൂലും കൽപ്പിച്ച പോലെ ജീവിക്കുമ്പോഴാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളെ
പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, ആ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ ആസ്വദിക്കുക. ആ ഒരു സ്റ്റേജിൽ നമുക്ക് എത്താൻ പറ്റേണ്ടതുണ്ട് അല്ലേ? നമ്മളെത്ര നിസ്കരിച്ചു, നമ്മളെത്ര നോമ്പ് നോറ്റു, നമ്മളെത്ര ദിക്ർ ചൊല്ലി, എത്ര ഖുർആൻ ഓതി. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു മഹാസൃഷ്ടികർത്താവിനെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഒരാൾ മുസ്ലിമാകുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? മുസ്ലിമായി ഇപ്പോൾ ഒരാളിപ്പോൾ ഈ ഒരു സെക്കൻഡിൽ മുസ്ലിമായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇശാ ബാങ്ക് വിളിച്ചിട്ടില്ലെങ്കിൽ മഗ്രിബ് നമസ്കാരം അയാൾക്ക് നിർബന്ധമാണ്. മഗ്രിബ് നമസ്കാരം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മുസ്ലിമായി കഴിഞ്ഞാൽ ഇശാ ബാങ്കിൻ്റെ മുമ്പാണ് അയാൾ മുസ്ലിമായതെങ്കിൽ അയാളുടെ മേൽ മഗ്രിബ് നിർബന്ധമായി. അയാൾക്കറിയുന്ന രൂപത്തിൽ അയാൾ നമസ്കരിക്കണം. ഫാത്തിഹ ഓതാൻ അറിയില്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞ എന്താണോ അള്ളാഹുവിനെ പറ്റി അറിയുന്നത് ഓർത്തുകൊണ്ടെങ്കിലും അയാൾ നിസ്കരിക്കണം എന്നാണ്. ഫാത്തിഹ പഠിച്ചിട്ടില്ലെങ്കിലും നിസ്കാരത്തിന് എക്സ്ക്യൂസ് ഇല്ല, അത്രയും നിർബന്ധമാണ് അല്ലേ? അപ്പോൾ ഒരാളെങ്ങനെ അള്ളാഹുവിനെ, ഞങ്ങൾ ആലോചിച്ച്, അള്ളാഹു ആരാണ്? ഒരു മിനിമം അറിയും. അള്ളാഹു ആരാണ്, എൻ്റെ റബ്ബ് ആരാണ്? നമ്മൾ റബ്ബിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. ഞാൻ ഇവിടെ മനഃപൂർവ്വം അള്ളാഹു എന്നതിന് പകരം റബ്ബിനെയാണ് എനിക്കിഷ്ടം എന്ന് നമ്മൾ പറയുമ്പോൾ റബ്ബ് ആരാണ്? റബ്ബ് ആരാണ്? നമ്മളിപ്പോൾ ഇന്ന് നേരം വെളുത്താരെ നമ്മൾ നമസ്കാരത്തിലൂടെ ഓതിയ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ ആലോചിക്കുക, എത്ര അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ചൊല്ലിയിട്ടുണ്ട് അല്ലേ? സുബൈക്ക് ചൊല്ലി, ളുഹറിന് ചൊല്ലി, അസറിന് ചൊല്ലി, മഗ്രിബിന് ചൊല്ലി, അതിൻ്റെ സുന്നത്തിൽ ചൊല്ലി. ഓരോ റക്അത്തിലും ഫാത്തിഹ ഉണ്ട്. അതിലൊക്കെ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലി. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സ്തുതി സർവവും. നിരുപാധികമായിട്ടാണ് ഈ അള്ളാഹു ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങൾക്കും അല്ലേ? നമ്മൾ ഈ ശ്വസിച്ച അന്തരീക്ഷ വായുവിൽ നിന്നെടുത്ത ഓക്സിജൻ ഒരു ബില്ല് നമ്മൾ അടച്ചിട്ടില്ല. കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരു ഓക്സിജൻ്റെ വില നമുക്ക് മനസ്സിലായി. സിലിണ്ടറിന് വേണ്ടി ആളുകൾ വരിക്കുന്നു അല്ലേ? അക്കൗണ്ടിലെ മുഴുവൻ പണവും നൽകാമെന്ന് ആൾക്കാർ പറഞ്ഞത്. അക്കൗണ്ടിലെ മുഴുവൻ പണവും നൽകിയാലും ഓക്സിജൻ സിലിണ്ടർ കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു കോവിഡ് വന്നപ്പോൾ. അന്ന് എന്തൊക്കെ ആൾക്കാർ പറഞ്ഞു, അതൊക്കെ ആൾക്കാർ മറന്നുപോയി. ഇത്രയും അല്ലേ? ഈ ഓക്സിജൻ ഇടുന്നുണ്ടാണ് ഈ എന്താണ്, മരങ്ങൾ ഫോട്ടോസിന്തസിസിലൂടെ പുറത്തുവിടുന്നതാണ് ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നത് ഈ മരങ്ങളാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച ആ റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. ആ അള്ളാഹുവിനെ നമ്മൾ കളിച്ചു, ഈ റബ്ബുൽ ആലമീൻ നമ്മൾ ഉച്ചരിക്കുമ്പോഴും ആ അള്ളാഹുവിനെ പറ്റി അള്ളാഹു അടുത്ത ആയത്തുകളിലൂടെ ആ അള്ളാഹു ആരാണെന്ന് ഒരു മിനിമം അറിവ്, പടച്ചോൻ ആരാണ് എന്ന ഒരു ബേസിക്, അടിസ്ഥാനപരമായ ഏതൊരു മനുഷ്യനും വളരെ ലളിതമായി മനസ്സിലാകുന്ന രൂപത്തിൽ പടച്ചോൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിരന്തരം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ ആരാണ്? അർ-റഹ്മാനിർ റഹീം. അവൻ റഹ്മാനും റഹീമുമാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യമാണത്. അള്ളാഹുവിൻ്റെ കാരുണ്യം സകല വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അതൊരാൾക്ക് കണക്കാക്കാൻ പറ്റാത്തതാണ് അല്ലേ? നമുക്ക് മനസ്സിലാകുന്നതും മനസ്സിലാകാത്തതുമായ, നമ്മളിപ്പോൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നതുണ്ട്, അനുഭവിക്കാത്തതുണ്ട്, കാണുന്നതുണ്ട്, കാണാത്തതുണ്ട്, മനസ്സിലാക്കിയതുണ്ട്, മനസ്സിലാക്കാത്തതുണ്ട്. ഓരോ ജീവജാലങ്ങളുടെ ഉള്ളിലുള്ളത്, പുറത്തുള്ളത്, അവ തമ്മിൽ കാണിക്കുന്ന ഈ വലിയ ഈ കാരുണ്യം മുഴുവൻ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അത് 100 വിഭജിച്ചാൽ അതിൽ 99% മാത്രമാണ് ഈ ലോകത്ത് നമ്മൾ പ്രത്യക്ഷവും പരോക്ഷവുമായി കണ്ടതും കാണാത്തതുമായ സകല കാരുണ്യവും. ആ 1% വരുള്ളൂ എന്നാണ്. ബാക്കി 99% കാരുണ്യവും അള്ളാഹു നാളെ പരലോകത്ത്
തൻ്റെ വിശ്വാസികളായ അടിമകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ്. അതാണ് റഹീം എന്ന് പറഞ്ഞാൽ. റഹ്മാൻ എന്ന് പറഞ്ഞല്ലേ അല്ലേ? നിരപരാധികളായ കുട്ടികളെ, ആശുപത്രിയിൽ രോഗികളെയൊക്കെ ഇസ്രായേലുകാർ ഗസയിൽ ബോംബിട്ട് കൊല്ലുമ്പോൾ അതിലെവിടെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അല്ലേ? ചെറിയ കുരുന്നുകളെ, എത്രയോ കുട്ടികളെയാണ് ഇസ്രായേലിയർ എന്ത് ചെയ്തത്? ബോംബിട്ടത്, ആശുപത്രിയിൽ ബോംബിട്ടത്. ഇതൊന്നും ഒരു ലോകത്ത് ഒരു യുദ്ധ നിയമങ്ങളിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. സ്ത്രീകളെയും കുട്ടികളെയും ബോംബിടുക എന്നുള്ളത്, ആശുപത്രികൾ തകർക്കുക എന്നുള്ളത്, സകല പരിധികളും ലംഘിച്ചുകൊണ്ട് അവർ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, അവിടെ എവിടെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല, മരണത്തോടുകൂടി തുടങ്ങുന്നതാണ് യഥാർത്ഥ ജീവിതമെന്നത്. അവിടെ ഏറ്റവും ഉന്നതമായ ദറജ ആർക്കാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾക്കാണ്. നമ്മളെന്താ പറയുക, നമ്മളെപ്പോഴും ഒരു ചെറിയ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? ജനിക്കുന്നു, നമ്മൾ കുറച്ചു കാലം ജീവിക്കുന്നു, മരിക്കുന്നു. സഹോദരങ്ങളെ, അതല്ല ജീവിതം. ആ മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്നതാണ് ജീവിതം. ആ ജീവിതത്തിൽ പിന്നെ മരണമില്ല. ആ ജീവിതത്തിൽ അത് കാലാകാലമുള്ള ജീവിതമാണ്. അവിടെ സുഖമാണോ ദുഃഖമാണോ, അവിടെ രക്ഷയാണോ ശിക്ഷയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ചെറിയ ഒരു ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവ് എന്ന ഏറ്റവും ശരിയായ തിരിച്ചറിവ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ തെറ്റിപ്പോകും. അതാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് അല്ലേ? നമ്മൾ വിചാരിച്ചത് ഇവിടെ പ്രയാസം ഉണ്ടായാൽ, ഇവിടെ ദുഃഖമുണ്ടായാൽ, സഹോദരങ്ങളെ, ഇവിടെ ഇത് ദുഃഖത്തിനുള്ള സ്ഥലമാണ്, ഇത് പ്രയാസത്തിനുള്ള വേദിയാണ്, ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഒരു സമ്പൂർണമായ സൗഖ്യം, സമ്പൂർണമായ മാനസികവും ശാരീരികവുമായ ഒരു സൗഖ്യം അത് കിട്ടുന്ന ഒരു ലോകമല്ല ദുനിയാവ് അല്ലേ? ദുനിയാവ് എന്ന് പറഞ്ഞ വാക്കിന് തന്നെ ധനായദ്നു എന്നുള്ള അറബി പദത്തിൽ നിന്നാണ് ദുനിയാവ് ഉണ്ടായത്. ധന എന്ന് പറഞ്ഞാൽ താഴെ വന്നു, അടുത്തു വന്നു എന്നാണ്. ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ലോകമാണ്, ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലോകമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. ഇത് പരീക്ഷണത്തിൻ്റെ വേദിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ, അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ അറിയാം? അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലൂടെയും വിശേഷണങ്ങളിലൂടെയും അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഒരാൾ അള്ളാഹുവിനെ പറ്റി അറിയാം. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു പൊറത്തു തരുന്നവനാണ്, അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്, അള്ളാഹു അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്, വദൂദാണ് അല്ലേ? നമ്മൾ കുട്ടിക്കൊരു പന്ത് കുറേ കരഞ്ഞ് നമ്മൾ പുതിയൊരു പന്ത് വാങ്ങിക്കൊടുത്തപ്പോഴേ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? നോക്ക, പെരൻ്റെ ഉള്ളിൽ കളിച്ചരുത് കേട്ടോ, ഇവിടെ തട്ടി ലൈറ്റും ഫാനും ഇവിടുത്തെ ഗ്ലാസും ഒന്നും പൊട്ടിച്ചരുത്, പന്ത് പുറത്തേ കളിച്ചാൻ പാടുള്ളൂ, മഴയത്ത് കളിച്ചാൻ പാടില്ല, സ്കൂൾ വിട്ട് വന്ന് വെയിലത്ത് കളിച്ചാൻ പാടില്ല, 5 മണിക്ക് ശേഷം അല്ലേ അസർ സ്കരിച്ചിട്ടേ കളി പാടുള്ളൂ, മഗ്‌രിബിന് മുമ്പ് കളി നിർത്തണം, മരിബാൻ കൊടുത്താൽ പന്ത് ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ കുറേ ഷർത്തൊക്കെ പറഞ്ഞ് നമ്മളൊരു പന്ത് വാങ്ങിക്കൊടുത്തു വിചാരിച്ച്, ഷർത്തൊന്നും പാലിക്കാതെ നട്ടുച്ചക്ക് പന്ത് പുറത്ത്, മഗ്‌രിബിന് ശേഷം പന്ത് പെരൻ്റെ ഉള്ളിൽ, ക്ലോക്ക് പൊട്ടിച്ച്, ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിച്ച്, എന്താ നിങ്ങൾ ചെയ്യുക? നല്ല ദേഷ്യമുള്ളവരാണെങ്കിൽ കാറ്റൊഴിച്ച് വിടും പന്ത്, ഇനി കൊടുക്കണ്ടല്ല കുറച്ച് ദിവസത്തിന്. കുറച്ച് ആൾക്കാർ ചിലപ്പോൾ മാറ്റി വെക്കും. ഞാൻ പറഞ്ഞാൽ തരാം, നമ്മളെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം കാണാനാണ്, മനുഷ്യൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മളൊരാളെ പണിക്ക് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞ രൂപത്തിലൊന്നും അയാൾ പണിയെടുക്കണില്ല അല്ലേ? നമ്മൾ കുറച്ച് ചെത്തിക്കോരാൻ വേണ്ടി വിളിച്ചു, അങ്ങനെ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ നേരത്തിന് സമയത്തിന് ഭക്ഷണം ഓന് കൊടുക്കണം, 10 മണിക്ക് ചായ, ഉച്ചക്ക് ചോറ്, ഓൻ്റെ ഒരു ഉറക്കം, മൊബൈലിൽ കളിയൊക്കെ ഉണ്ട്. എടുത്ത പണി നോക്കുമ്പോൾ വളരെ കുറവാണ്. നമ്മൾ വിചാരിച്ചൊരു 3 ദിവസം കൊണ്ട് തീരുന്നതാണ്. ഈ പോക്കുകൊണ്ട് ഇതൊരാഴ്ച കൊണ്ട് തീരുന്ന കോലല്ല. നമ്മളെന്താ പറയുക, ഒരു ദിവസം നമ്മൾ നോക്കി, 2-ാമത്തെ ദിവസം നമ്മൾ നോക്കിയിട്ട് അറിയും നാളെ മുതൽ ഇനി വരണ്ട അറിയും. പിരിച്ചു വിട്ടിട്ട് നാളെ മുതൽ ഇനി വരണ്ട, ഞാൻ ഞായറാഴ്ച ഇഞ്ചൻ എടുക്കാൻ പറ്റുമെന്ന് പറയും. നമ്മളെന്നെ പറ്റുമെങ്കിൽ എടുക്കും.
അതെന്താ സഹോദരങ്ങളെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാനാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഭൂമിയിലേക്ക് അയച്ചത്. എന്താ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകളും പ്രവൃത്തികളും, പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവൃത്തികളും ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അല്ലേ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, ചെയ്യുക, പറഞ്ഞുകൊടുക്കുക, അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അതിലെല്ലാം പെടും. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം അത് നമ്മൾ ചെയ്യാതിരുന്നിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ സമയത്തിന് നമസ്കരിക്കുന്നില്ല. ഇന്ന് നമ്മൾ എത്ര ഖുർആൻ ഓതിയിട്ടുണ്ട്? നമ്മൾ ഇന്ന് എത്ര ആയത്ത് ഉച്ചരിച്ചിട്ടുണ്ട്? ഇന്ന് എത്ര ആയത്ത് ഓതിയിട്ടുണ്ട്? അല്ലേ? ഇന്ന് നമ്മൾ നിസ്കരിച്ച പോട്ടെ, നമ്മൾ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു ഫാത്തിഹ ഓതിയ സമയത്ത് ആ ഫാത്തിഹൻ്റെ അർത്ഥമെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടാണോ നമ്മൾ ഫാത്തിഹ ഓതിയിട്ടുള്ളത്? അപ്പം ഇത്രയും നമ്മൾ അള്ളാഹു കൽപ്പിച്ച ആരാധനകളിൽ പോലും ഇത്രയും അലംഭാവം പുലർത്തിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലേ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആലോചിക്കുക, എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര ഗൗരവമുള്ള വിഷയമാണ്, അല്ലേ? അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അള്ളാഹു മാത്രമാണ് എൻ്റെ അസുഖത്തെ മാറ്റിത്തരാൻ കഴിവുള്ളവൻ. അള്ളാഹു മാത്രമാണ് എന്നിരിക്കെ ഞാൻ ഏതെങ്കിലും ജാറത്തിലോ ഏതെങ്കിലും സ്ഥലത്തോ പോയിട്ട് അവിടുത്തെ വല്ല വെള്ളമോ നൂലോ നെയ്യോ കൊണ്ടുവന്നിട്ട് അതിലെൻ്റെ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിന് നമ്മൾ നൽകിയ വില എന്താണ്? അസുഖം മാറ്റാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലേ? നമ്മളിപ്പോൾ ഗുളിക കുടിക്കുമ്പോഴും, നമ്മൾ പനി വന്ന് പാരസെറ്റമോൾ കഴിക്കുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? അള്ളാഹുവാണ് എൻ്റെ പനിയെ മാറ്റിത്തരുന്നവെന്നാണ്. അല്ലേ? അതാണൊരു വിശ്വാസിയുടെ നിലപാടതാണ്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ എൻ്റെ ജീവിതത്തെ ബാധിച്ച ഒരു പ്രയാസം അത് അള്ളാഹുവിന് മാത്രമേ നീക്കിത്തരാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതിന് പകരം അതിന് ഇന്ന ആളുകൾക്കൊക്കെ അതിന് കഴിയും, അല്ലേ, അവരുടെ ബർക്കത്തുണ്ടെങ്കിൽ അവർ വിചാരിച്ചാൽ അതിന് കഴിയുമെന്ന് വിചാരിച്ച്, ഇപ്പം മാനസികമുള്ള ആളുകൾ എന്താണ് നാഗൂരിലേക്ക് പോകുന്നു, ചില ജാറങ്ങളിൽ അവിടെ മാനസികമുള്ളവർ പോയാൽ അവിടെ എന്തൊക്കെ അവിടുത്തെ ഹോജയുടെ അല്ലെങ്കിൽ അവിടുത്തെ മർമറിഞ്ഞു പോയ ആളുടെ എന്തൊക്കെയോ ബർക്കത്ത് കൊണ്ട് നമ്മളെ മാനസികം മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ പോയാൽ സഹോദരങ്ങളെ, അത് എത്ര വലിയ അപരാധമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ നിസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോഴുള്ള ആ സഹായം അള്ളാഹു അല്ലാത്തൊരാളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അള്ളാഹുവിന് നമ്മൾ നൽകിയ വില എന്താണപ്പോൾ? അപ്പോൾ അവിടെ നമ്മൾ അള്ളാഹുവിന് നൽകേണ്ട ബാധ്യത, അള്ളാഹുവിന് നൽകേണ്ട ഹക്ക് നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. അപ്പം അർ-റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെ നമ്മൾ ഫാത്തിഹയിൽ ഓതുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു വദൂദാണ്, അള്ളാഹു ഗഫൂറാണ്, അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ നന്ദികേട് കാണിച്ചിട്ടും, ഈ തരത്തിലൊക്കെ നമ്മൾ നന്ദികേട് കാണിച്ചിട്ടും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് പിൻവലിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലേ? നമ്മൾ കുട്ടിൻ്റെ പന്തെടുത്തതുപോലെ അള്ളാഹു നമുക്ക് നൽകിയ ഓക്സിജൻ അള്ളാഹു വിത്ഡ്രോ ചെയ്തിട്ടില്ല, പിൻവലിച്ചിട്ടില്ല, അല്ലേ? നമ്മളെ കിണറ്റിലെ വെള്ളം വറ്റിയിട്ടില്ല. നമുക്ക് നിലനിൽക്കുന്ന സകല അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നിലനിർത്തി തന്നിട്ടുണ്ട്. തികച്ച നന്ദികേട് കാണിച്ചിട്ട് പോലും ആ അനുഗ്രഹങ്ങളിലൊന്നും അള്ളാഹു ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പം അള്ളാഹു എത്രത്തോളം സഹനശീലനാണ്, അള്ളാഹു എത്രത്തോളം ഔദാര്യവാനാണ്. ഒരാൾ നമ്മൾ ആക്രമിച്ചു, എന്നിട്ട് നമ്മളത് മാപ്പ് കൊടുത്തു, എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇനി അതങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പം
വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്ന ഒരാളോട് നമ്മുടെ സമീപനം എന്തായിരിക്കും? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം ആകാശത്തിൻ്റെ ഉച്ചിയോളം പാപങ്ങൾ ചെയ്താലും അള്ളാഹു അത് പുറത്തു തരുമെന്നാണ് അല്ലേ? ഖുദ്സിയായ ഹദീസിൽ കാണാം, ഇബ്ലീസ് ശപഥം ചെയ്തു എന്നാണ്. എന്ത്? മനുഷ്യനെ അവൻ്റെ തൊണ്ടയിൽ റൂഹെത്തുന്നത് വരെ ഇബ്ലീസ് വഴി പിഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നിന്റെ അടിമയെന്ത് ചെയ്യും? ഞാൻ വഴി പിഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നരകത്തിലെത്തിക്കാനുള്ള സകല അടവുകളും പിശാച് പയറ്റുമെന്നാണ്. അങ്ങനെ മനുഷ്യനെ എന്തെങ്കിലും മാർഗത്തിൽ ഏതെങ്കിലും വിധേന നരകത്തിൽ എത്തിക്കാനാണ് പിശാച് ശ്രമിക്കുക എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്താ പറയുക? എൻ്റെ അടിമ എത്ര തന്നെ തെറ്റ് ചെയ്താലും അവൻ പശ്ചാത്തപിക്കുന്ന കാലത്തോളം ഞാൻ അവന് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ്. അത്രയും കാരുണ്യവാനായ, അത്രയും പാപങ്ങൾ പൊറുക്കുന്ന ഗഫൂറായ റഹീമായ ഒരു അല്ലാഹുവിനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കുന്നതാണ്? ഇപ്പോൾ ആശുപത്രിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ആൾക്കാർ വരലുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഇപ്പോൾ ഈ ആത്മഹത്യൻ്റെ കാരണം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത്, സങ്കടം, അമിതമായ സങ്കടം വരിക, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. എന്താ ഇപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷമില്ലാത്തത്? എന്ത് കിട്ടിയാലും സന്തോഷമില്ല. അതെന്താരോ നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി ആദമിൻ്റെ മകൻ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചൊരു കാര്യമാണത്. അള്ളാഹിൻ്റെ റസൂല് എന്തൊക്കെ പഠിപ്പിച്ചണോ സഹോദരങ്ങളെ, അതൊക്കെ ഹക്കാണ്, സത്യമാണ്. അതൊക്കെ ആദമിൻ്റെ മനുഷ്യൻ്റെ വായ നിറക്കുന്നത് മണ്ണല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. മണ്ണുകൊണ്ടേ അവൻ്റെ വായ നിറക്കുള്ളൂ എന്നാണ്. കാരണം മരിച്ചാലേ ഓൻ്റെ ആശ തീരുള്ളൂ എന്നാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മളിപ്പോൾ ഒരു ചെറിയ തുടക്കത്തിൽ ഒരു കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ അയാളെന്താ പറയുക, എൻ്റെ കച്ചവടം ഒന്ന് മെച്ചപ്പെട്ട്, ഒരു പെട്ടിപ്പീടി നടത്തണോൻ്റെ എന്താ കച്ചവടം ഒന്ന് മെച്ചപ്പെട്ട് ഈ പെട്ടിപ്പീടി ഒന്ന് കുറച്ച് നല്ലൊരു ഷോപ്പാക്കിയെങ്കിൽ എന്നാണ് ഓൻ വിചാരിക്കുക. കച്ചവടം ഒന്ന് കൂടിയാൽ പിന്നെന്താ വെച്ചാൽ ഓൻ്റെ ആഗ്രഹം കുറച്ചും കൂടി വലിയൊരു പീടിയേക്കാരം, ഒരു പലചരക്കു കട. പിന്നെ ഓൻ വിചാരിച്ചെന്താ അറിയോ, ഓൻ്റെ അടുത്ത് കായുണ്ടായാൽ സൂപ്പർ മാർക്കറ്റൊക്കെ ചെയ്യാം. ഒരു സൂപ്പർ മാർക്കറ്റ് സൂപ്പറായാൽ പിന്നെ ഓൻ തരോ അപ്പുറത്തങ്ങാടിയിൽ ഒന്നുകൂടി തുടങ്ങും, 2 സൂപ്പർ മാർക്കറ്റാവും അല്ലേ? പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും 3-4 സൂപ്പർ മാർക്കറ്റായാൽ പിന്നെ ഓൻ്റെ നോട്ടം കട്ടേക്കാരോ ദുബായിലൊന്ന് തുടങ്ങാൻ പറ്റുമോ എന്നേക്കാരോ. ഓൻ്റെ നിസ്കാരം കൂടുക, ഓൻ്റെ ദിക്റ് കൂടുക, ഒരു പേജ് ഖുർആൻ ഓതുക, അത് കൂടാൻ സാധ്യത കുറവാണ്. ഓൻ്റെ തിരക്ക് കൂടുള്ളൂ. ഓൻ ഇപ്പോൾ കുറച്ച് ദിവസം ദുബായിലും കുറച്ച് ദിവസം പിടിയേക്കാരോ. അവിടെ ഒരു ഷോപ്പ് ഇടാൻ പറ്റുമോ എന്ന് നോക്കാൻ പോയതാണ്. അറിയും സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ ടെൻഷനേക്കാരം. അവിടെ ദിർഹമിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓന് ടെൻഷൻ കൂടും. ഇവിടെ ഏതെങ്കിലും ഷോപ്പിൽ കച്ചവടം കുറഞ്ഞാൽ വലിയ ഷോപ്പാകുമ്പോൾ എന്താ കുഴപ്പം? നിങ്ങൾ കുറേ ശമ്പളം കൊടുക്കേണ്ടി വരും. കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ ആഫീസ് പൂട്ടും. പഴയ പെട്ടിപ്പീടിയല്ല, ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാണ്ട് 1-ാം തീയതി മരുവാരിക്ക് വരുമാനം അല്ലെങ്കിൽ ഇത് പൂട്ടിപ്പോവും. ഓൻ്റെ ടെൻഷൻ കൂടും. ഓൻ ഡെയിലി ചോദിക്കും, എന്താ ഇതേവരെ പെട്ടിപ്പീടിയിൽ കണക്ക് വരെ നോക്കാത്ത ആളേക്കാരം ഡെയിലി നോക്കുന്നുണ്ടാവും. എന്താ അവിടുത്തെ ഷോപ്പിൽ നിന്ന് എന്ത് കുറവാണല്ലോ, എന്താ കാരണം? 4 ആളെ പിടിച്ച് ചീത്തറയിൽ അല്ലേ? ഓൻ്റെ നിസ്കാരത്തിൽ തെക്കുബീറട്ടിയാൽ പിന്നെ ചിന്ത തൈക്കാരം, എന്താ അപ്പോൾ അവിടെ അങ്ങനെ കച്ചവടം കുറയണ്, ഇവിടെ എന്താ അങ്ങനെ? സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞാരോ ഇതൊരിക്കലും തീരൂല. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം എന്ന് പറയണേ, എനിക്ക് 2000 ഉറുപ്യ 2500 ഉറുപ്യ മാസം കിട്ടിയ ഒരു കാലഘട്ടമുണ്ട് ജീവിതത്തിൽ. പൈസ കൂടിയോ സന്തോഷം കുറയും. ഇത് അടിസ്ഥാനപരമായ പ്രശ്നം എത്ര കിട്ടുന്നു എന്നതല്ല, നമ്മൾ എത്ര നേടി ഈ ദുനിയാവിൽ എത്ര നേടുന്നു എന്നതല്ല പ്രശ്നം. നിങ്ങൾ ഉള്ളതിൽ സംതൃപ്തയാണോ എന്നുള്ളത്, ഉള്ളതിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു പോയിൻ്റാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നമ്മളെ മനുഷ്യൻ്റെ വായ നിറക്കണമെങ്കിൽ ഒരു സ്വർണത്തിൻ്റെ മല കാണിച്ചു കൊടുത്താൽ ആദമിൻ്റെ മകൻ എന്താ ചോദിക്കാറ്? നിങ്ങൾ അടുത്ത മല ഇവിടെ. ഒരു കഥ പറയുന്നുണ്ട്. ഒരു രാജാവ് ചോദിക്കുന്നുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും സമാധാനത്തിൽ ജീവിക്കണ മനുഷ്യൻ ആരാന്ന് പറയും. അങ്ങനെ മന്ത്രി കാണിച്ചു കൊടുക്കുക, ഇയാളാണ്
ഇന്ന പെരിയിൽ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, അയാളാണ് നമ്മളെ നാട്ടിൽ കണ്ടിയിൽ ഏറ്റവും സമാധാനമുള്ള മനുഷ്യൻ. എന്നാൽ ഓൻ്റെ പെരൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഓൻ സുബൈക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു 99 സ്വർണ്ണ നാണയത്തിൻ്റെ ഒരു കിജ് കൊണ്ടിടാൻ പറയും. അങ്ങനെ ഓൻ വാതിൽ തുറന്നൊരു സുബൈക്ക് തന്നെ ഇറങ്ങുമ്പോൾ ഓന് ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ എണ്ണി വെക്കും 99. ഒന്ന് കുറവുണ്ടല്ലോ. ആരാപ്പം എടുത്തത്? ഇപ്പം ആരോ കണ്ടുകണല്ലോ. ഇതിന് ആരോ ഒന്ന് എടുത്ത് ബാക്കി അവിടെ വെച്ചതാണല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജാവ് പോയി നോക്കാൻ പറയും. ഓൻ്റെ അവസ്ഥ എന്താന്ന്? ഓനെ കാണാൻ വെച്ചാന്ന് പറഞ്ഞു. ഉറങ്ങിയിട്ടുമില്ല. ഓനീ ഒന്ന് തിരഞ്ഞെടുക്കണ്. അതാണ് സഹോദരങ്ങളെ ദുന്യാവ് എന്ന് പറഞ്ഞാൽ. നമുക്ക് തോന്നും 10 കിട്ടിയാൽ നമ്മൾ പ്രശ്നം തീരുന്നു. ഇല്ല, അപ്പം നമുക്ക് 100 മാണ്ടി വരും. കാരണം 10 100ൻ്റെ കളിയാണ് കളിച്ച. 100 കിട്ടിയോ 1000ൻ്റെ കളിയാണ് കളിച്ച. അപ്പോൾ ഓനെ ഷോർട്ടേക്കാരം. എപ്പോഴും ഷോർട്ടിലാണ് വണ്ടി ഓടുക. അടുത്തുവെച്ച് കണ്ട് സമാധാനത്തിൽ പോകുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറണം, നിലപാട് മാറണം, ഉള്ളതിൽ സംതൃപ്തി വരണം. അല്ലേ? പണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഡൈവോഴ്സ് ആയിക്കാണ്ട് തിരിച്ചു പോണ്. അതായത് ഓനും പെണ്ണുങ്ങളും എങ്ങനെയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോണില്ല. അവസാനം ഇത് 2ആകാൻ തീരുമാനിച്ച് പെണ്ണുങ്ങളെ പെരീക്ക് ചർച്ചയ്ക്ക് പോയി. ഇനി ഇതെങ്ങനെയായാലും ഒന്നായിട്ട് പോകില്ല, അത് ഒഴിവാക്കി തന്നാളി എന്നാ പെണ്ണ്. ഇപ്പം അങ്ങനെയാണ് പുതിയ ട്രെൻഡ്. ഒഴിവാക്കി തന്നാളി. അന്നങ്ങിയ പറയും ഒഴിവാക്കി തന്നാളി. കാരണം സ്വന്തമായിട്ടൊരു ഗൂഗിൾ പേയും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വന്തം ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും വിചാരം. ഒരു ചെറിയ വരുമാനം, ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാമിലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ ആരും ആവശ്യമല്ല, അതുകൊണ്ട് ഒഴിവാക്കി തന്നാളി. അപ്പോൾ മൂപ്പര് ഒഴിവാക്കാൻ വേണ്ടി പെരീക്ക് പോയതാണ്. പെണ്ണുങ്ങളെ പെരീക്ക് പോയി ചർച്ച നടന്ന് ഒഴിവാക്കി. മൂപ്പര് വലിയ വണ്ടിൻ്റെ 2.5 കോടിൻ്റെ കാറിൽ വരികയാണ്. സാധു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഡൈവോഴ്സാക്കിയുണ്ട്. അപ്പോൾ അങ്ങാടിയൂടെ അങ്ങനെ വരുമ്പോണ്ട് പീഡിയക്കൊലായ്മ അങ്ങനെ അണ്ണാച്ചിയാൾ കെട്ടിപ്പിടിച്ച് കിടക്കണം, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. എന്താ ഇപ്പോൾ ഒരു പെരയില്ല, മഴ എങ്ങനെ പെയ്യ, എന്ത് സുഖത്തിലാണ് പോലും കിടക്കണം. ഇവിടെ കോടിക്കണക്കിന് റുപ്യേൻ്റെ വണ്ടി ഉണ്ടായിട്ട് ഡൈവോഴ്സാക്കി വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ തോന്നലാണ്. അതുണ്ടാവും. സുഖം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കായ്യോണ്ട് ഒന്നുകൊണ്ട് കിട്ടൂല. അത് പടച്ചോൻ തരുന്നെ വേണം. അതിന് ഇങ്ങനത്തെ ഒരു മാനദണ്ഡേ അല്ല. നമ്മളടുത്ത് പൈസ ഉണ്ടോന്നോ, നമുക്ക് പെരണ്ടോന്നോ, നമുക്ക് കാറുണ്ടോന്നോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്നോ ഇല്ലേന്നൊന്നുമല്ല. അത് അള്ളാൻ്റെ വലിയൊരു ഔദാര്യമാണ്. അത് കിട്ടണമെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും കൂട്ടിക്കിട്ടിയാൽ സമാധാനം കിട്ടും, സുഖം കിട്ടും എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിക്കണമെങ്കിൽ സഹോദരങ്ങളെ, അത് കിട്ടുമ്പോൾ മനസ്സിലാവും. അതങ്ങനെയാണ്. അത് കിട്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നും ഇത് കിട്ടിയാൽ ശരിയാവും, കിട്ടിയാൽ മനസ്സിലാവും ഇത് ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ അതിന് കുറേ വൈകിട്ടുണ്ടാവും. അപ്പോൾ അള്ളാഹും റസൂലും എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കുക. കാരണം നമ്മളെ പടച്ചത് പടച്ചോനാണ്. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് പടച്ചോനാണ്. ഇതിൻ്റെ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്തത് പടച്ചോനാണ്. നമ്മളെങ്ങനെ ചിന്തിക്കും എന്നറിയണ പടച്ചോനാണ് നമുക്ക് മാർഗദർശനം നൽകിയത്. അതുകൊണ്ട് ഒരു സ്വർണത്തിൻ്റെ മല കിട്ടിയാൽ ആദമിൻ്റെ മകൻ ചോദിക്കുക അടുത്ത മല ഉടേണെന്നാണ്. അടുത്ത മല ഉടേന്നാ ചോദിക്കുക. മണ്ണുകൊണ്ടല്ലാതെ ഓൻ്റെ തൊള്ളം നറിയില്ല എന്നാണ്. നറിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ സംതൃപ്തിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സമാധാനം കിട്ടും. ആ സമാധാനം കിട്ടാനുള്ള മാർഗങ്ങളാണ് അള്ളാഹുവും റസൂലും ആകാശലോകത്ത് നിന്ന് വഹിയായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് 23 വർഷത്തെ സങ്കീർണമായ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം നമുക്കിടയിൽ ജീവിച്ചു. അല്ലേ? ആ സഹാബത്തിനിടയിൽ ജീവിച്ചു. നമുക്കിടയിലല്ല, സഹാബികൾക്കിടയിലാണ് നബി ജീവിച്ചത്. ആ സഹാബികൾ നബി എങ്ങനെ ഒപ്പിയെടുക്കണം? എന്തിനാണ്? അല്ലേ? നബി ചിരിച്ചപ്പം നബി എവിടെ, എങ്ങനെ, ഏത് രൂപത്തിൽ ചിരിച്ചു എന്ന് അവർ പറഞ്ഞുതരാണ്. അല്ലേ? നബി ദേഷ്യപ്പെട്ടു, നബിയുടെ മുഖം ചുവന്നു. അല്ലേ? എപ്പോഴാണ് ചുവന്നത്? എപ്പോഴാണ് നബി ദേഷ്യപ്പെട്ടത്? നബി ചിരിച്ചപ്പോൾ എത്ര പല്ല് കണ്ടു? അല്ലേ? നബി എപ്പോഴാണ് ചിരിച്ചത്? ഇതൊക്കെ കൃത്യമായിട്ട് അവർ കണ്ടു മനസ്സിലാക്കി. അല്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു ഇങ്ങനെ നടന്നു പോകുമ്പം ചില സ്ഥലത്തെത്തുമ്പോൾ ചിരിക്കുന്നതാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും എന്താ ഇബ്നു ഉമർ ഇവിടെ എത്തുമ്പോൾ ചിരിക്കണം? നബി ഇതിലെ കടന്നു പോയപ്പോൾ ഇവിടെ എത്തിയപ്പം ചിരിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാനും ചിരിക്കണം.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒപ്പിയെടുത്ത ആളുകൾ. അന്ന് യൂട്യൂബില്ല, അന്ന് ക്യാമറ അല്ല, അല്ലേ? അന്ന് അവർ കണ്ടു, അവരെഴുതി, അവർ പറഞ്ഞെടുത്തു. ആ അടുത്ത തലമുറ താബിഈങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുത്തു, ഞങ്ങളുടെ നബി ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ നബി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ നബി ഉച്ചത്തിൽ സംസാരിച്ചു, ഞങ്ങളുടെ നബി പതുക്കെ പറഞ്ഞു, ഞങ്ങളുടെ നബി മെല്ലെ നടന്നു, ഞങ്ങളുടെ നബി ഇന്ന സ്ഥലത്തെത്തിയപ്പം അവിടെ നിന്നു, ഇന്ന കാര്യങ്ങൾ ഈ മണലിൽ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യവും ആലോചിച്ച് നോക്കി. അത് മുഴുവൻ അവർ മനസ്സിലാക്കി, അതവർ ഉൾക്കൊണ്ടു, അതവർ ജീവിച്ചു. അടുത്ത തലമുറകൾക്ക് അവർ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് ലോകത്തെ എത്ര മുതലാളിമാരെ അറിയാം? നിങ്ങൾ ആലോചിക്കും, ലോകത്തെ എത്ര സമ്പന്നരെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇന്നിപ്പോൾ ഒരു അദാനിൻ്റെ അംബാനിൻ്റെ പേരല്ലാതെ വേറെ ആരെങ്കിലും പേര് നിങ്ങൾക്ക് അറിയോ? നമ്മുടെ നാട്ടിലെ കുറച്ച് മുതലാളിമാരെ പേര് പറയാൻ പറ്റും. ചരിത്രത്തിലെ 4 സമ്പന്നരുടെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടൂല. കാരണം അങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന, നമ്മളങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ല, നമ്മളങ്ങനെ വായിക്കുന്നില്ല. എന്നാൽ സഹോദരങ്ങൾ, ഒരു സഹാബിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് പേര് പറയാൻ കിട്ടും. 4 ഖലീഫമാരെ പേര് പറയും. 5-മതൊരു സഹാബിൻ്റെ പേര് പറയാൻ പറഞ്ഞാലോ നമുക്ക് അബൂ ഹുറൈറ എന്നാ കിട്ടുക. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ആ പേര് കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം ദീർഘകാലം ജീവിച്ച് നബിയെ കാണാത്ത ഒരു സമൂഹത്തിന് നബിയെപ്പറ്റി പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ നബി ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ നബി അത് ചെയ്തു, ഞങ്ങളുടെ നബി ഇത് ചെയ്തു, ഞങ്ങളുടെ നബി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നമസ്കാരത്തിൽ ഇങ്ങനെ കൈകെട്ടണമെന്ന് പറഞ്ഞു, നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ നബിയുടെ മുഖം ഞങ്ങൾ കണ്ടു, നബിയുടെ കവിള് ഞങ്ങൾ കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു, മടം പൊപ്പിച്ച് നിൽക്കാൻ പറഞ്ഞു, അടുത്തു നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യവും, അല്ലേ? ഹജ്ജ് ചെയ്തപ്പം ഇങ്ങനെ ചെയ്യിപ്പിച്ചേക്കാണ് ഹജ്ജ്. ഓരോ കാര്യവും അത്രയും കൃത്യമായിട്ട് അല്ലാഹുവിൻ്റെ റസൂല് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അല്ലേ? ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6-7 ആൺകുട്ടികൾ മരിച്ചുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, 7 ആൺകുട്ടികൾ മരിച്ചുപോയി, അല്ലെങ്കിൽ 6-7 കുട്ടികൾ മരിച്ചുപോയ ഒരാളെ പറ്റി ആലോചിച്ച് നോക്കി. ജീവിച്ചിരിക്കുമ്പം തന്നെ സ്വന്തം മക്കളുടെ മയ്യത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തം മക്കളെ ഖബറിലേക്ക് ഇറക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത്രയും മാനസികമായ വിഷമുള്ള വേറെന്ത് കാര്യമല്ലത്, അല്ലേ? ഒരു ദിവസം OP-യിൽ വന്നൊരു ഉമ്മാൻ്റെ കഥ ഞാൻ പറയാറുണ്ട്. മാനസിക വൈകല്യമുള്ള ഒരു മകനെ നോക്കുന്നൊരു ഉമ്മ OP-യിൽ വന്നിട്ട്, OP കുറച്ച് വൈകിപ്പോയി, ഞാൻ തിയേറ്ററിൽ നിന്ന് എത്താൻ വേണ്ടി കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ആ ഉമ്മ എന്താ പറയുക, ഞാൻ വന്നേക്ക് ഉമ്മ ചോദിക്കുകയാണ്, മോനെ എനിക്ക് നിൽക്കാൻ നേരല്ല, ഞാൻ പഴയ മരുന്ന് തന്നെ വാങ്ങി കുടിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പം എന്താ അത്ര തിരക്കെന്ന് ചോദിച്ചപ്പം, എനിക്ക് 35 വയസ്സുള്ള മന്ദബുദ്ധിയുള്ളൊരു മോനുണ്ട്, അവനെ ഞാൻ അലോക്കക്കാരെ ഏൽപ്പിച്ചിട്ട് പോന്നതാണ്, കുറേ സമയമായി, ഓനെ നോക്കാൻ കഴിയില്ല, ഞാൻ വേഗം പോട്ടെ എന്നാണ്. അപ്പം മരുന്ന് കൊടുത്ത് എഴുതി കൊടുത്ത് ഉമ്മാനെ പറഞ്ഞേക്കും. ഞാൻ വെറുതെ ഉമ്മാനോട് ചോദിച്ചാണ്, മങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ജീവിതത്തിലെന്ന്? 35 വയസ്സുള്ള ഒരു മാനസിക വൈകല്യമുള്ള മന്ദബുദ്ധിയുള്ള ഒരു കുട്ടിയെ പരിചരിച്ച ഒരു മാതാവ്, എത്ര കല്യാണത്തിന് അമ്മ പോയിട്ടുണ്ടാവും, എത്ര തക്കാരത്തിന് അമ്മ പോയിട്ടുണ്ടാവും. ആ അമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക? എൻ്റെ മകൻ മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതി എന്നാണ്. എൻ്റെ മകൻ മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതി എന്നാണ് ആ അമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സഹോദരങ്ങളെ, ആര് പ്രതിഫലം നൽകും? ആര് പ്രതിഫലം നൽകും ആ ഉമ്മ ചെയ്ത കർമ്മത്തിന്? അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട്, അല്ലേ? ഒരു പ്രയാസങ്ങൾ, എത്ര വലിയ പ്രയാസം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും ആ പ്രയാസമെല്ലാം, ഈ പ്രയാസങ്ങൾ നൽകിയ അള്ളാഹു ഇതെല്ലാം അറിയുന്നുണ്ട് എന്നുള്ള, അല്ലേ? ഇതെല്ലാം അറിയുന്നുണ്ട് എന്നുള്ള. എന്നിട്ട് ആലോചിക്കുക, ആ ഉമ്മാൻ്റെ പോലും ആഗ്രഹം ആ മകൻ മരിക്കണം എന്നാണ്. മീൻസ് മരിച്ചിട്ട് ഞാൻ ആ മകൻ കഷ്ടപ്പെടരുത് എന്നുള്ള ആ അമ്മാൻ്റെ ഒരു മാനസികാവസ്ഥ. സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്, ഞാൻ മരിച്ചിട്ട് എൻ്റെ മക്കൾ മരിച്ചാൻ പാടില്ല. കാരണം ഒരു മകനെ മകളെയൊക്കെ നമ്മൾ കൊണ്ടുപോയി മയ്യത്ത് സ്കരിക്കുക, അല്ലെങ്കിൽ ഖബറിലേക്ക് ഇറക്കിയൊക്കെ പറഞ്ഞാൽ അതൊരാൾക്കും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പം വഫാത്തായി എന്നാണ്. ആ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ ആ പ്രവാചകനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
അല്ലേ? ആളുകൾ കളിയാക്കി എന്നാണ്, മുഹമ്മദ് വാലറ്റവനാണെന്ന്, മുഹമ്മദ് വാലറ്റവനാണെന്ന് അവിടെ മക്കയിലെ ആളുകൾ കളിയാക്കി. എന്തുകൊണ്ട്? ജനിക്കുന്ന ആൺകുട്ടികൾ 6 or 7 ആൺകുട്ടികൾ മരിക്കുക, ബാക്കി പെൺകുട്ടി മാത്രം ബാക്കിയായപ്പം അവർ കളിയാക്കി വാലറ്റവൻ എന്ന്. നോക്കി, ആരാണ് സഹോദരങ്ങളെ ഇപ്പൊ വാലറ്റവൻ? ആരാണ് വാലറ്റവൻ? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹു സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. അവരാണ് വാലറ്റവർ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാലറ്റവരെന്ന് വിളിച്ച് കളിയാക്കിയവരാണ് വാലറ്റ് പോയവർ. ആ പ്രവാചകൻ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർമ്മിക്കുന്ന, ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ അനുധാവനം ചെയ്യുന്ന, സ്നേഹിക്കുന്ന ഒരു നേതാവായി അള്ളാഹു മാറ്റി എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയ ആദരവാണത്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പം, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുമ്പം, ആ റസൂലിനെ സ്നേഹിച്ച, ആ റസൂലിൻ്റെ കൂടെ ജീവിച്ച്, ആ റസൂലിൻ്റെ ജീവിതം നമുക്ക് പകർന്നു നൽകിയ സഹാബത്തുണ്ട്, താബിഈങ്ങളുണ്ട്. ആ പ്രവാചകൻ ജീവിച്ച അതേപോലെ ജീവിക്കാൻ, ആ പ്രവാചകൻ്റെ ആ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കാം. അപ്പൊ സഹോദരങ്ങളെ, അപ്പൊ ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂല, അല്ലേ? പുറത്തേക്ക് ഇറങ്ങി പോകുമ്പം, അല്ലേ, അന്യ പുരുഷന്മാർക്കിടയിലേക്ക് കടന്നു പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂല. ലിപ്സ്റ്റിക് ഇടേണ്ടതും അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടാൻ പറ്റാത്ത രൂപത്തിലുള്ള, ശരീരത്തിൻ്റെ നിമ്നോന്നതകളെ കാണുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒരാളെവിടെ ധരിക്കേണ്ടത്? അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്. അന്യ ആളുകൾക്കിടയിൽ പോകുമ്പോൾ ഒരു സ്ത്രീ അണിഞ്ഞൊരുങ്ങാൻ പാടില്ല, അവൾ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, അവൾ സ്പ്രേ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അവൾ മോശമായ രൂപത്തിലുള്ള വസ്ത്രധാരണം നടത്താൻ പാടില്ല. അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞത്, അതാണ് റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് നമ്മൾ എന്ത് വിലയാണ് നൽകിയിട്ടുള്ളത് എന്നാണ്. അപ്പം അത് സഹോദരങ്ങളെ, അത് ശരിയാക്കുമ്പോഴാണ്, അത് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കെന്ത് സന്തോഷം ഉണ്ടാകേണ്ടത്. അല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടായതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലം നമ്മൾ വാങ്ങിയതോ അതാകരുത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം, അല്ലേ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാം ആരാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞ 4 സഹാബികളിൽ ഒരാളാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ കാണുമ്പം ചോദിക്കുന്നുണ്ട്, ഇന്നല്ലാഹ അമറനി അൻ അഖറഅ അലൈക ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. ഉബയ്യേ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്നാണ് നിനക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സഹാബിനെ കാണുമ്പം വഴിയിന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉബയ്യേ, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഉബയ്യിന് സൂറത്തുൽ ബയ്യിന ഓതിക്കൊടുക്കണമെന്ന്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോഴും അദ്ദേഹം കരഞ്ഞു എന്നാണ്. ഫബക ഉബയ്യ് ഇബ്നു കഅബ്, കാരണം എന്താ വെച്ചോ, വസമ്മാനിയലക്ക എന്നാണ്, അള്ളന്റെ പേര് പറഞ്ഞോ എന്നാണ്. കാരണം ഉബയ്യിന് ബയ്യിന ഓതിക്കൊടുക്കണം എന്ന് അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉബയ്യ് എന്നുള്ള പേര് പറയണ്ടേ? എൻ്റെ പേര് പടച്ചോൻ പറഞ്ഞോ എന്നാ ചോദിച്ചത്. അദ്ദേഹം കരഞ്ഞു എന്നാണ് സന്തോഷം കൊണ്ട്. സഹോദരങ്ങളെ, അവിടെയാണ് ഒരു വിശ്വാസി സന്തോഷിക്കേണ്ടത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അറിയപ്പെടാത്ത, അത്രയൊന്നും പ്രസക്തനല്ലാത്ത ഒരു സഹാബിയുടെ പേര് അള്ളാഹു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി ബാക്കി വെച്ചതാണ്. ഉബയ്യിൻ്റെ പേര് പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ നമുക്ക് പറഞ്ഞു തരാൻ, അല്ലേ? നമ്മൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കാണ്, എന്താ ഇത്രയും സഹാബിമാരുണ്ടായിട്ട് എന്തുകൊണ്ട് ഉബയ്യിൻ്റെ പേര് പറഞ്ഞു? സഹോദരങ്ങളെ, ഉബയ്യിന് ഖുർആൻ അത്രയും ഇഷ്ടമായിരുന്നു.
അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ എത്രത്തോളം ഖുർആൻ ഓതുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ഖുർആനിനെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? ഒരായത്ത് കേൾക്കാൻ, ഒരായത്തിൻ്റെ ആശയം അറിയാൻ, ഒരായത്ത് പഠിക്കാൻ അതിന് നമ്മൾ എത്ര സമയം കൊടുക്കുന്നുണ്ട് അല്ലേ? ഒരായത്ത് പറയാ പഠിക്കുക എന്നതിലപ്പുറം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത്. എത്രയോ ആയത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്രയോ ആയത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ജീവിതം കൊണ്ട് തട്ടി നോക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ആയത്തുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെയാണ് സഹാബത്ത്. അവരൊരു ആയത്ത് പഠിച്ചാൽ അത് പ്രായോഗികമായി അവർ പ്രാവർത്തികമാക്കുന്നതാണ്. ആ ആയത്ത് അവരുടെ ജീവിതത്തിൽ കാണുമെന്നാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഖുർആനായിട്ട്, അഹ്ലുൽ ഖുർആനായിട്ട് നമുക്ക് മാറാൻ സാധിക്കുമ്പോഴാണ് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക എന്നുള്ളത്, അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പം ആ റസൂലിൻ്റെ കൽപ്പനകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിന് നമുക്കൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. എന്താണ് ഇതിനുള്ള തടസ്സം? സഹോദരങ്ങളെ, എന്താണ് സത്യത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ചര്യകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ നമുക്ക് എന്താണ് സത്യത്തിൽ തടസ്സമായിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ചാക്കിയാൽ മതി. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലെ ആയത്തുണ്ട്. കുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറതുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി. വല്ലാത്തൊരായത്താണത്. നബിയെ പറയുക, നബിനോട് പറയാൻ പറയണം, നബിയെ താങ്കൾ അവരോട് പറയുക, നിങ്ങളുടെ പിതാക്കൾ, അതായത് മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അത് ഓരോരുത്തർക്കും ഓരോന്നേക്കാരം. ചിലർക്ക് ബാപ്പാകന്മാരേക്കാരം ഇഷ്ടം, ചിലർക്ക് മക്കളേക്കാരം ഇഷ്ടം, ചിലർക്ക് സഹോദരങ്ങളേക്കാരം ഇഷ്ടം, ചിലർക്ക് ഭാര്യമാരേക്കാരം ഇഷ്ടം, ചിലർക്ക് കുടുംബക്കാർ ഭയങ്കര ഇഷ്ടമായിരിക്കും, കസിൻസ്, അങ്ങനെ ഭയങ്കര ക്രേസ് ആയിരിക്കും. അതേപോലെ ചിലർക്ക് എന്തായിരിക്കും, ചിലർക്ക് അവരുടെ കച്ചവടമായിരിക്കും, ചിലർക്ക് അവരുടെ വീടായിരിക്കും, ചിലർക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടാവും ജീവിതത്തിൽ. സാധാരണ ഒരു മനുഷ്യൻ്റെ വീക്ക്നെസ്സായിട്ട് വരുന്ന സകല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എണ്ണിപ്പറയാണ്. കുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കളാണോ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പുത്രന്മാർ, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ സമ്പത്ത്, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിനു തർളൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട്. ചില ആൾക്കാരോട് ചോദിച്ചാൽ പറയും, എൻ്റെ വീട്ടിൽ കണ്ട് എത്തിയാൽ മതി എന്നാ പറയാം. ആ ഒരു സമാധാനമാണ്. അത് ചില ആൾക്കാർ ക്രേസാണ് ആ വീട് എന്നാണ്. ആ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല എന്നറിയും. കാരണം അതൊരു സമാധാനമാണ്. അത് എത്ര സൗകര്യക്കുറവുണ്ടെങ്കിലും നമ്മളെ സ്വന്തം പേരിൽ അല്ലേ. സാധാരണ പറയാം എന്താ വെച്ചാൽ, നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടൊന്ന് ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങും, വീട് വേണ്ടേ എന്ന്. കാരണം എന്താ അറിയോ, അതൊരു സുരക്ഷിതത്വമാണ്. സ്വന്തമായിട്ടൊരു വീടുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതെത്ര വലുതാണെന്നൊന്നുമില്ല. നമ്മളെ പേരിൽ ഒരു 5 സെൻറ്റിൽ ഒരു മഴയുള്ളാത്തൊരു സ്ഥലം ഉണ്ടായാൽ മതി. അത് വല്ലാത്തൊരു സമാധാനമാണ്. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. അതാണ് മസാക്കിനു തർളൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ. ഇതൊക്കെയാണോ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനേക്കാളും അവൻ്റെ പ്രവാചകനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്ന് കാണുക എന്നാണ്. ഹത്താ യഅ്തിയല്ലാഹു ബിഅംരിഹി, അള്ളാഹു തൻ്റെ കൽപ്പനയുമായി വരുന്നത് വരെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു പരീക്ഷണം തന്നെയാണ്. നമ്മൾ ഈ ദുനിയാവുക്ക് വന്നത് ഒരു പരീക്ഷണത്തിനാണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ സുഖിക്കാൻ വന്നതല്ല, ഇവിടെ കഷ്ടപ്പെടാൻ വന്നതാണ്. ഇവിടെ എത്ര കഷ്ടപ്പെടുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നാളെ പരലോകത്തുള്ള സുഖം, നാളെ പരലോകത്തുള്ള എളുപ്പം, നാളെ പരലോകത്തുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ബാധിക്കുന്ന ഒരു ചെറിയ പനി,
അല്ലേ? ഒരു ചെറിയ വേദന അതിന് പ്രതിഫലം നൽകും. ഒരു ചെറിയ വേദനക്കും ഒരു പനിക്ക് പോലും പാപങ്ങൾ പൊറുക്കുമെങ്കിൽ, നമ്മുടെ ദറജകൾ ഉയർത്തുമെങ്കിൽ, അല്ലേ? നമ്മളെ പാപങ്ങൾ പുറത്തു തരിക, നമ്മളെ ദറജകൾ ഉയർത്തുക, അല്ലേ? നമുക്ക് ഷഹീദിൻ്റെ കൂലി തരിക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഷഹീദാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചില്ലറ കാര്യമല്ല. മരണത്തെ വകവെക്കാതെ യുദ്ധത്തിലേക്ക് പോകുക എന്നാണ്, അല്ലേ? ബങ്കറിൽ ഒളിച്ചു നിൽക്കുന്ന യുദ്ധമല്ല അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് മുമ്പേക്ക് ചെല്ലലാണ്. അവിടെ ബങ്കറിൽ ഒളിച്ചിക്കാൻ പറ്റൂല. നേരെ അമ്പും കുന്തൊക്കെ നേരെ മുന്നിക്കിട്ട് വരിക ചെയ്യുക, തുളച്ച് കയറുക. ഒരു യുദ്ധത്തിന് മുമ്പിൽ പോയാൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ യുദ്ധത്തിന് ഒരാൾ പോകാൻ തയ്യാറായാൽ അയാൾക്ക് പ്രതിഫലം സ്വർഗമാണ്. കാരണം അയാളുടെ ജീവൻ അയാൾ അല്ലാഹുവിന് കൊടുക്കാമെന്ന് അയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തയ്യാറായി കഴിഞ്ഞു. ആ ജിഹാദിൻ്റെ കൂലിയാണ് ഒരാൾ ക്യാൻസറായിട്ട് മരിക്കുമ്പോൾ തരാമെന്ന് പറയണത്, അല്ലേ? ഒരു ക്യാൻസറായ രോഗിക്ക് ഷഹീദിൻ്റെ കൂലി ഉണ്ട് എന്ന് പറയുമ്പം സഹോദരങ്ങളെ ചില്ലറ കാര്യമല്ല അത്. അപ്പം അതെൻ്റെ റബ്ബെനിക്ക് തരുമെന്ന് പറഞ്ഞാൽ ആ ക്യാൻസറിനെ എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക? നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പാപമോചനവും അവൻ്റെ വിരുന്നും സൽക്കാരവുമായ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തെയാണ് നിങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഒരു ക്യാൻസർ നിങ്ങളെ നിരാശപ്പെടുത്തൂല, ഒരു ക്യാൻസർ നിങ്ങളെ സങ്കടപ്പെടുത്തൂല. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി നിങ്ങൾ കേൾക്കുന്ന ഒരു പരിക്കും നിങ്ങളെ തളർത്തൂല. കാരണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അള്ളാഹുവിൻ്റെ വിരുന്നെന്ന് പറയുന്നത് ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നരകത്തിൻ്റെ കവാടം അവസാനമായിട്ട് അടക്കുന്നു, അതിൻ്റെ വാതിൽ അവസാനമായിട്ട് അടക്കുന്നതാണ്. തൗഹീദുള്ള എല്ലാ ആളുകളെയും, ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ച മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. എന്നിട്ട് നരകത്തിൻ്റെ ഡോർ എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യും, പിന്നെ തുറക്കൂല കാലാകാലം. പിന്നെ അതിൽ നരകത്തിലുള്ളൊരു നരകത്തിൽ തന്നെയാണ്. അങ്ങനെ കരിക്കട്ടയായിട്ട് കുറച്ച് ആൾക്കാരായി ഇന്ന് പുറത്തെടുക്കും. അവസാനം അവരെ മാഉൽ ഹയാത്തിൽ മുക്കിയിട്ട് അവർക്ക് ജീവൻ കൊടുക്കുമെന്നാണ്. എന്നിട്ട് ഓർക്ക് കിട്ടുന്ന ഒരു സ്വർഗമുണ്ട്. അതാണ് ഏറ്റവും മിനിമം ലോ ക്ലാസ് സ്വർഗം എന്ന് പറഞ്ഞത്. സ്വർഗത്തിന് ദറജകളുണ്ട് എന്നാണ്. സ്വർഗത്തിൽ ആകെ ഒരു സങ്കടം എന്തായിരിക്കും? നിങ്ങൾ സ്വർഗത്തിലുണ്ടൊരു സങ്കടം. അതെന്താണ്? കുറച്ചും കൂടിയൊക്കെ മെനക്കെട്ട കുറച്ചും കൂടി നല്ല സ്വർഗം കിട്ടിയെന്നു എന്നുള്ളേ. ആ ഒരു സങ്കടം ഇല്ലാതാക്കാൻ പറ്റൂലല്ലോ. കാരണം സഹാബത്ത് പോയ സ്വർഗത്തിലേക്ക് നമ്മളും വലിഞ്ഞു കയറി ചെല്ലർന്ന അതൊരു അനീതി തന്നെയല്ല സഹോദരങ്ങളെ. അവർ ഇസ്ലാമിന് വേണ്ടി നൽകിയ ത്യാഗങ്ങൾ, അല്ലേ? അവർ ബദറിൽ അവർ സ്വന്തം പിതാവിനെ വധിച്ചവർ, സ്വന്തം മക്കളെ വധിച്ചവർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം ബാപ്പാനെയും സ്വന്തം മക്കളെയൊക്കെ യുദ്ധത്തിൽ വധിക്കുക എന്ന് പറഞ്ഞാൽ, കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി. അങ്ങനെ ചെയ്തവർ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ത്യാഗം, അതിന് നൽകുന്ന പ്രതിഫലം ഒരുപക്ഷെ നമുക്ക് കിട്ടിക്കോണമെന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ സ്വർഗത്തിന് ദറജുണ്ട് എന്നാണ്. സ്വർഗത്തിന് ദറജുണ്ട്. ആ സ്വർഗത്തിൽ ഏറ്റവും താഴ്ന്ന സ്വർഗം കിട്ടാൻ പോകുന്ന ആളുകളുണ്ട്. നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനമായി മോചിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകളുണ്ട്. അവർക്ക് നൽകുന്ന സ്വർഗമുണ്ട്. അത് ഈ ദുനിയാവും അതിൻ്റെ സകല സൗകര്യങ്ങളെക്കാൾ 10 മടങ്ങിനേക്കാൾ ഉണ്ടാവുന്നതാണ്. 10 മടങ്ങിനേക്കാൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ദുനിയാവിൻ്റെ ആഡംബരങ്ങളും ഈ ദുനിയാവിൻ്റെ സൗകര്യങ്ങളും എത്രയാണ്, അല്ലേ? ഈ ഇപ്പോൾ കോട്ടക്ക ചങ്കുവെട്ടി ആ കണ്ണായൊരു സ്ഥലമുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടത് കണ്ണായൊരു സ്ഥലം. അവിടെ ഒരു സെൻറ്റിന് 1.25 കോടി. അത്ര ഒരു സെൻറ്റിന് 1.25 കോടി. ആലോചിക്കാൻ പറ്റുമോ? ഒരു 100 സെൻറ്റ് സ്ഥലമുള്ള ആൾക്ക് എത്രക്കാരം പൈസ? അപ്പം അങ്ങനെ നിങ്ങൾ ഈ ഭൂമിക്കൊരു വിലട്ടോക്കി. ഒരു കോട്ടക്കൽ മാത്രമാണ് ഈ ഭൂമിയിലുള്ളത്, അല്ലേ? ബാംഗ്ലൂർ MG റോഡുണ്ട്, എറണാകുളത്ത് MG റോഡുണ്ട്. ഇവിടെയൊക്കെ എത്ര സെന്റിന് വില? ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗം. ആ സ്വർഗമാണ് പ്രതിഫലം എന്നറിയുമ്പം ജീവിതത്തിൽ ബാധിക്കുന്ന ദുരന്തങ്ങൾക്ക് നേരെ നമ്മൾ എങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം എന്താണ്? അല്ലേ? ഒരു പ്രയാസം വരുമ്പം അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം. ഒരു ക്യാൻസർ വന്നു, ഷഹീദിൻ്റെ കൂലിയാണ്.
അല്ലേ? ഒരു കുട്ടി മരിച്ചു, നിങ്ങൾ ആലോചിക്കുക, അപകടത്തിലൊരു കുട്ടി മരിച്ചു. അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ആ മരണവാർത്ത കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ ആശ്വസിക്കാൻ, അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ സാധിക്കുന്ന അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരാൾക്ക്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പറയാൻ കഴിയുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിലൊരു വീട് നൽകുമെന്നാണ്. അതിലെന്താ നഷ്ടമുള്ളത്? ഒരു നഷ്ടമില്ല, ഒരു നഷ്ടമില്ല. അല്ലെങ്കിൽ ഈ മക്കളൊക്കെ മരിച്ചു പോലെ ആരാ അവിടെ ബാക്കിയാകുക? ഇതൊക്കെ കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമുള്ളൂ. ഇന്ന് മരിച്ചില്ലെങ്കിൽ നാളെ മരിക്കും, നാളെ മരിച്ചില്ലെങ്കിൽ മറ്റന്നാളെ മരിക്കും. മരിക്കാതിരിക്കുമെങ്കിൽ അതിലൊക്കെ കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും മരിക്കും. ആരെങ്കിലും മരിക്കാതിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ മരിക്കാതിരിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് എല്ലാവരും മരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലേ? അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ബാക്കിയും, എല്ലാവരും മരിച്ചു പോവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് മരിക്കാനുള്ളതാണ് ഈ ശരീരം, ഇത് നശിക്കാനുള്ളതാണ് ഈ ദുനിയാവ്. ഇതൊരു പരീക്ഷണം. ഒരു കുറച്ച് സമയത്തേക്ക് നമ്മളെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. അത് തിരിച്ചറിയാന്നുള്ളതാണ് സഹോദരങ്ങളെ, അത് തിരിച്ചറിയാന്നുള്ളതാണ് ഈ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത്. അതാണ് ഒരു പത്രം വായിക്കുമ്പോഴും ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ്. ഞാൻ തിരിച്ചു പോകേണ്ടവനാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഈ ഒരു സമയത്ത് ഈ ക്ലാസ് കഴിഞ്ഞ് പോണീൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കുന്നു? നാളെ രാവിലെ സുബഹി നമസ്കരിക്കാൻ നമ്മളില്ല എങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. നാളെ പള്ളിക്ക് സുബഹി ജമാഅത്ത് ഉണ്ടാവും, നിങ്ങളുണ്ടാവില്ല എന്നുള്ളൂ. പള്ളിക്ക് ഇമാമുണ്ടാവും, മഅ്മൂമുണ്ടാവും. അല്ലേ? നാളെ കോഴിക്കോട് എയർപോർട്ടിൽ വിമാനം പൊന്തും. ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരി മരിച്ചാലും ഒരു ഫ്ലൈറ്റും പൊന്താതക്കൂല. ഏത് വിമാനാപകടം സംഭവിച്ചാലും ആ അപകടത്തിൽപ്പെട്ട വിമാനം പോയി എന്നല്ലാതെ ബാക്കിയുള്ള വിമാനങ്ങൾ കറക്റ്റ് സമയത്തിന് പോകും. ഒരാൾക്കും വേണ്ടി ഇവിടെ ഒന്നും നിർത്തിവെക്കൂല സഹോദരങ്ങളെ. ഈ ദുനിയാവ് ചലിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു സുന്നത്താണ്, നടപടിക്രമം അതാണ്. മരിച്ചു പിരിഞ്ഞ നമുക്ക് മാത്രമാണ് നഷ്ടം. ഇന്ന് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട പോയിന്റാണ്. ആൾക്കാർ നേരെ തിരിച്ചാണ് ആലോചിക്കാം. ഞാൻ മരിച്ച എൻ്റെ കുട്ടികളെന്താ ചെയ്യുക, ഞാൻ മരിച്ച എൻ്റെ പെണ്ണുങ്ങളെന്താ കാട്ടുക? അതൊക്കെ ഒരു തോന്നൽ മാത്രമാണ്. അല്ലേ? നമ്മളെ നാട്ടിൽ നമ്മൾ സഹായം കൊടുക്കാൻ വേണ്ടി പോവും. ഓരോ പെരയ്ക്ക് സഹായം കൊടുക്കാൻ വേണ്ടി പോവുമല്ലോ. അപ്പോൾ എപ്പോഴും എത്തിയും കുട്ടികളല്ലേ പെരയ്ക്കാണ് കൊണ്ടേ കൊടുക്കുക. അപ്പോൾ ഒരു പെരയ്ക്ക് 3-4 കിറ്റൊക്കെ ഉണ്ട്, നോമ്പിൻ്റെ കിറ്റും പൈസയും കുറേ ഡ്രസ്സും ഒക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു പെരയിലൊരു ഉമ്മ അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഉമ്മാക്ക് വല്ലതും കിട്ടുമോ നോക്കണം. അവിടെ അങ്ങനെ കൊടുക്കുമ്പോൾ ഉമ്മാനെ കണ്ടാൽ ചിലപ്പോൾ ചിലരുണ്ടല്ലോ കാണുമ്പോൾ ഒരു കൊടുക്കല്, നമ്മ അത് പിടിച്ചോളി പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണക്കായിട്ട് കൊണ്ടുവരാണ്, ഇത് കൊടുക്കാനല്ല നമ്മളെടുത്ത്. അപ്പം ഉമ്മ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അങ്ങനെ മനസ്സിൽ കൊത്തി വെച്ചോളി എല്ലാവരും. ആ അമ്മ പറയണേ, ഇവിടെ ഒരു തന്തണ്ട്, ഒരു പണിക്കും പോവില്ല. അയാൾ ഇവിടെ കുത്തിറക്കണോണ്ട് ഞങ്ങൾക്കൊത്തും കിട്ടണമില്ല. അയാൾ മരിച്ചാൽ 4 കിറ്റെങ്കിലും കൊണ്ടുവന്ന് നീന്നു ആൾക്കാരെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിച്ചാൽ ചിലപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാൾ മെച്ചത്തിലേക്കാരം നമ്മളെ മക്കളും പെണ്ണുങ്ങളൊക്കെ. നമ്മളൊരു തോന്നലാണ്, നമ്മളിവിടെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ അങ്ങനെ നിന്ന് പോണത്. അങ്ങനെ ഒരു വിചാരം വേണ്ട. മരിച്ചു പോയി നമ്മൾ നല്ലോണം ആലോചിച്ചോളൂ. നമ്മൾ ഒറ്റ പോയിന്റ് ആലോചിച്ചാൽ മതി. മരിച്ചാൽ നമ്മളവസ്ഥ എന്തേക്കാരം? ഓലവസ്ഥ അല്ല, നമ്മളവസ്ഥ കബറിൽ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ കബറിൽ ഇങ്ങനെ കിടക്കണത് പിന്നെ എന്തിനാണ്? വല്ലാത്തൊരവസ്ഥ. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ മരിച്ച് നമ്മൾ ആ കബറിൽ ഇങ്ങനെ കിടക്കണേ, പിന്നെ എന്തിനാണ് ആ കബറിൽ കിടക്കണേ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല. ഒരു കിയാമത്ത് നാൾ വരാണ്ട്, ആ കിയാമത്ത് നാളിന് കാത്തിങ്ങനെ കിടക്കുകയാണ്. ഒരു വിചാരണ വരാണ്ട്, ആ വിചാരണയിൽ എൻ്റെ ഏട് വരും. ആ ഏടിൽ എന്തൊക്കെയുള്ളത് നമ്മക്ക് തന്നെ അറിയാം. നമ്മൾ ചെയ്ത് കൂട്ടിയത് മുഴുവൻ നമുക്കറിയാം. ആ നമ്മൾ ചെയ്ത് കൂട്ടിയതിൻ്റെ വിചാരണ തടവുകാരനായിട്ട് ആ കബറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് പടച്ചോന്ന് പുറത്തെടുത്തൊന്ന് പരിശോധിക്കാണ്ട് അത് മാത്രം ഇനി ബാക്കിയുള്ളൂ. ഒരു സുബ്ഹാനല്ലാ ചെല്ലാനുള്ള വകുപ്പിഞ്ഞില്ല, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഇനി ഗ്യാപ്പില്ല, ഒരായത്തോതാനുള്ള ഗ്യാപ്പിഞ്ഞില്ല. ഓതിയിട്ട് കാര്യമല്ല, ഓതാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിൻ്റെ വക്കിലൂടെ അങ്ങനെ നടന്നു പോവുക, ഖബർസ്ഥാനൂടെ. നിങ്ങളെ
ഖബർസ്ഥാനൂടെ നടന്നു പോണ അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ നല്ല പുതിയ കബർ കണ്ടാൽ വേഗം മനസ്സിലാവും. അവിടെ കുറച്ചും ഒരു നനവുണ്ടാവും, പുതിയ മണ്ണിൻ്റെ അടയാളം ഉണ്ടാവും, അവിടുത്തെ ചെടി എന്തൊക്കെ ഒന്ന് അലങ്കോലായി കിടക്കുന്നുണ്ടാവും. അത് കണ്ടാൽ മനസ്സിലാവും ഇത് പുതിയ ഖബറാണ്. ഒരു പുതിയ ദുഫിന ഹദീസ് എന്ന പറഞ്ഞത് വളരെ റീസെൻ്റായിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിൻ്റെ അരികിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായിട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ റസൂൽ ചോദിക്കാണ്, ഈ ഖബറാളിപ്പം എന്താണ് ആലോചിക്കണത് നിങ്ങൾക്ക് അറിയോ? ഈ ഖബറാളിപ്പം എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാളുടെ ദുനിയാവിലെ ജീവിതത്തിൽ ഇനി ബാക്കിയുള്ള ആയുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് ആ ഖബറാളി മനസ്സിലാക്കി കുത്തിരിക്കണം. അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ളതാണ്. എത്ര സമയം സഹോദരങ്ങളെ കഴിഞ്ഞുപോയി. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് എത്ര സമയം വേണം? 2 മിനിറ്റ് മതി അല്ലേ? നമ്മളിങ്ങനെ നോക്കൂലേ, ജമാഅത്തിന് 2 മിനിറ്റും കൂടി ഉണ്ട് ഇക്കാമത്ത് കൊടുക്കാൻ. നമ്മൾ സുന്നത്ത് നിസ്കരിച്ചൂലേ, അത്ര മതി. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച 2 മിനിറ്റ്. അതിനാണ് അയാൾ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്നത് എന്നയാൾ തിരിച്ചറിഞ്ഞു. അതാരോടാ പറയണത്? ജീവിച്ചിരിക്കുന്ന സഹാബത്തിനോട്. ആ സഹാബത്ത് താബീങ്ങൾക്കും താബീങ്ങൾക്കും പറഞ്ഞു കൊടുത്ത് നമ്മളത് കേട്ടു. എന്തിന് സഹോദരങ്ങളെ? അത് അമലാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതിലൊന്നൊരു കാര്യമില്ല. ഈ ദുനിയാവിൻ്റെ പളവളപ്പിലോ ദുനിയാവ് ആർക്കെങ്കിലും കുറെ കിട്ടി എന്നതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. നമുക്ക് കിട്ടിയില്ല എന്നതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അതിന് അല്ലാഹു ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ദുനിയാവിനെന്തെങ്കിലും ഒരു വര അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പട്ടിണി കിടക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂല് ഈത്തപ്പനയുടെ പരിപരുത്ത പായയിൽ ഓലയിൽ കിടന്നുറങ്ങുമായിരുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ റൂമിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന കാലഘട്ടത്തിലാണ് കടന്നു ചെല്ലുന്നത്, മക്ക കാലഘട്ടത്തിലല്ല. മദീന കാലഘട്ടത്തിൽ റസൂലിൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ഒന്നും കാണാനാണ്, കുറച്ച് ബാർലി മാത്രമാണ് ആ വീട്ടിലുള്ളതെന്നാണ് പറഞ്ഞത്. പലപ്പോഴും പട്ടിണിയായിരുന്നു എന്നാണ്. 2 ദിവസം തുടർച്ചയായി അവർ വയർ നിറച്ചുണ്ടിട്ടില്ല എന്നാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കറി പോലും കൂട്ടാൻ, ആ ഗോതമ്പിൻ്റെ റൊട്ടിയിലേക്ക് ഒരു കറി കൂട്ടാൻ അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. കുളമ്പൊക്കെ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം നീരൊക്കെ ചേർത്തിട്ടാണ് അവർ മാസങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും സഹോദരങ്ങളെ. അത്രയും ദാരിദ്ര്യത്തിലൂടെ ജീവിച്ച ഒരു പ്രവാചകൻ. ഹന്തക്ക് യുദ്ധത്തിന് കിടങ്ങ് കുഴിക്കുമ്പം സഹാബത്ത് വന്ന് കാണിച്ചു കൊടുക്കാണ്. എന്ത്? റസൂലേ, അത്രയും പ്രയാസത്തിലാണ്, പട്ടിണിയിലാണ്. ഓരോരുത്തര് ഡ്രസ്സ് പൊന്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. കല്ല് കെട്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? കിടങ്ങ് കുത്തുന്നത്. അള്ളാന്റെ റസൂല് സ്വന്തം ഡ്രസ്സ് പൊക്കി കാണിച്ചെടുത്തു. അവിടെ 2 കല്ലാണ് കെട്ടിക്കണത്, 2 കല്ല്. അങ്ങനത്തെ ഒരു പ്രവാചകനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? നിങ്ങൾ എങ്ങനെ ആ നബിയെ സ്നേഹിക്കാതിരിക്കും? അല്ലേ? യാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തെ എന്ന് പറഞ്ഞ് വിലപിച്ച ഒരു പ്രവാചകൻ. അല്ലേ? ഇപ്പോൾ നമ്മളിങ്ങനെ തറാവീൻ്റെ റക്അത്തിന്റെ വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ. തറാവീൻ്റെ റക്അത്ത് 8 ആണോ 23 ആണോ 11 ആണോ? സഹോദരങ്ങളെ, ഹദീസ് പരിശോധിക്കുമ്പം വളരെ വ്യക്തമാണ് എത്രയാണെന്നുള്ളത്. ആ ഹദീസിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ദിവസം നിസ്കരിച്ചിട്ട് പിന്നെ 3-ാമത്തെ ദിവസം നബി പള്ളിയിൽ വന്നില്ല എന്നാണ്. എന്തേ വരാഞ്ഞത്? 2-ാമത്തെ ദിവസമായപ്പോൾ പള്ളി നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം പള്ളിയിൽ നോമ്പിന് ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ് സ്പ്രെഡായി. പള്ളിയിൽ മുഴുവൻ സഹാബത്ത് ഒത്തുകൂടി. 3-ാമത്തെ ദിവസം പള്ളി നിറഞ്ഞു നിൽക്കുകയാണ്. നബി വന്നില്ല നിസ്കരിക്കാൻ വന്നില്ല. നമുക്ക് മദീന പള്ളി പോയി കണ്ടവർക്കറിയാം നബിയുടെ വീടും നബിയുടെ മിമ്പറും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന്. വളരെ അടുത്താണ്. ഇവിടെ മിഹ്റാബാണെങ്കിൽ ഇവിടെ നബിൻ്റെ റൂമാണ്. അവിടെ ഒരാൾ പോയിട്ട് വാതിൽ മുട്ടിയില്ല. എന്താ പ്രവാചകരെ, താങ്കൾ നിസ്കരിക്കാൻ വരുന്നില്ലെന്ന്. സുബൈക്കാണ് നബി വരുന്നത്. ആളുകൾ മുഴുവൻ പള്ളിയിലിരുന്ന് തൂങ്ങി ഉറങ്ങാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഇശാക്ക് തറാവിസ്കരിച്ചാൽ വന്ന ആൾക്കാർ നബിനെ കാത്ത് പള്ളിയിലിരുന്ന് ഉറങ്ങിപ്പോയി. നബി സുബൈക്ക് വരികയാണ് നിസ്കരിക്കാം. എല്ലാവരും കൂടി എന്താ ഇവിടെ ഇരിക്കണമെന്ന്. അപ്പം നിങ്ങൾ 2 ദിവസം തറാവിസ്കരിച്ചപ്പോൾ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ നിങ്ങൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാണ്. കാരണം എന്താ പറയുക, ഞാനെങ്ങാനും നിസ്കരിച്ചിട്ട്
അതെങ്ങാനും നിർബന്ധമാക്കിയാൽ, നിങ്ങൾ ആവേശമൊക്കെ കണ്ടിട്ട് പടച്ചോനി തറാവി എങ്ങാനും നിർബന്ധമാക്കിയാൽ നിങ്ങൾക്കൊരു പക്ഷേ നിസ്കരിക്കാൻ സാധിക്കും. വരാനിരിക്കുന്ന എൻ്റെ ഉമ്മത്തിന് നിസ്കരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാണ്. ആരോടുള്ള സ്നേഹം? നമ്മളോടുള്ള സ്നേഹം. വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന സ്വന്തം ഉമ്മത്തിനോടുള്ള നമ്മളെ ഈമാനില്ലാത്ത അത്രത്തോളം ഈമാനില്ലാത്ത നമ്മളെക്കുറിച്ചുള്ള ആലോചനയാണ് സഹോദരങ്ങളെ ആ പ്രവാചകൻ അതിന് പ്രേരിപ്പിച്ചെന്ന് പറയുമ്പം നമ്മളെ കാര്യത്തിൽ, ഉമ്മത്തിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രത്തോളം കൺസേൺ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ആ പ്രവാചകനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അത് സ്നേഹിക്കൽ എങ്ങനെയാണ്? അത് സ്റ്റിക്കർ ഒട്ടിക്കലല്ല. ആ പ്രവാചകനെ ജീവിതത്തിലൂടെ നെഞ്ചോട് ചേർക്കണം. അത് നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച്, ഈ ദീനിനെക്കുറിച്ച്, ഈ പ്രവാചകനെക്കുറിച്ച് നമ്മൾ പറയണം. നമ്മളെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഈ ദീനാണ്. അതിന് നമ്മൾ ഒരു മടിയും കാണിക്കേണ്ടതില്ല. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതിൽ ഒരു കോംപ്ലക്സിൻ്റെ ആവശ്യമില്ല. ഒരു കോംപ്ലക്സ്. ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ മതമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം എന്ന ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശാസനയാണ്, ആ മതമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. ആ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുള്ളൂ? റബ്ബായിട്ട്, ഇലാഹായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ആ റബ്ബിനോട് മാത്രമേ സഹായം തേടാവൂ. ആ റബ്ബിനോട് മാത്രമേ പാപം പൊറുക്കണേ എന്ന് പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റബ്ബിനെ ആരാധിക്കുന്നതിൽ ഒരു വീഴ്ച വരുത്താതെ, ആ റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ, ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ആ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സഹോദരങ്ങളെ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ, ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റുക. ഓരോ പ്രയാസം വരുമ്പോഴും നമ്മൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അള്ളാഹു നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. ഒരു ചെറിയ പ്രയാസം ഉണ്ടായപ്പം നമ്മളെ നിസ്കാരം കുറഞ്ഞു, നമ്മളെ ഓത്ത് കുറഞ്ഞു, നമ്മളെ ദിക്റുകൾ കുറഞ്ഞു, നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകലുകയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതെന്താണെങ്കിലും, നിങ്ങൾക്ക് ജോലി നന്നായി, ദുനിയാവ് കൂടിയപ്പം ഖുർആനോത്ത് കുറഞ്ഞോ, നിങ്ങളെ സുന്നത്ത് നമസ്കാരം പോയോ, തഹജ്ജുദ് നഷ്ടപ്പെട്ടോ, സഹോദരങ്ങളെ ആ ദുനിയാവ് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അതല്ല ഒരു നിങ്ങൾ ദുനിയാവ് കൂടുതൽ കിട്ടി, നിങ്ങൾ കൂടുതൽ സ്വതക്ക ചെയ്തു, നിങ്ങൾ കൂടുതൽ സുന്നത്ത് നമസ്കരിക്കാൻ തുടങ്ങി, നിങ്ങൾ കൂടുതൽ ഖുർആൻ ഓതാൻ തുടങ്ങി, നിങ്ങൾ കൂടുതൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങി, നിങ്ങൾ കൂടുതൽ സ്വതക്കയും സക്കാത്തും കൊടുത്തു, നിങ്ങൾ കൂടുതൽ ഔദാര്യവാനായി, നിങ്ങൾ കൂടുതൽ കാരുണ്യം കാണിക്കാൻ തുടങ്ങിയെങ്കിൽ ആ പരീക്ഷണം നിങ്ങൾക്ക് പോസിറ്റീവാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തു. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ ഈ ദീൻ എന്നുള്ളത് ഏറ്റവും ലളിതമാണ്, അല്ലേ? ലളിതമാണ്. മതം എന്നുള്ളത് ഒരു പ്രയാസമില്ല. 5 നേരം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈമാൻ ഇങ്ങനെ ഡൗൺ ആകുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, തിരക്കൊക്കെ കൂടി കുറേ ഓപ്പറേഷനൊക്കെ കൂടി ആകുമ്പം ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിച്ചാൽ, ഇപ്പം ഇന്നലെ ഓതിയിട്ടില്ല, മിഞ്ഞാന്ന് ഓതിയിട്ടില്ല, പടച്ചോനെ നമ്മൾ ദുനിയാവ്, നമ്മളെ ജീവിതം നഷ്ടത്തിലേക്കാണല്ലോ പോകുന്നു തോന്നുമ്പോഴും ആകെയുള്ളൊരു ആശ്വാസം തരങ്ങൾ 5 നേരത്തെ നിസ്കാരമാണ്. ഒരു മിനിമം 5 നേരം പള്ളിയിൽ പോയിട്ട് നമ്മൾ നിസ്കരിച്ചാൽ സഹോദരങ്ങളെ ഒരു മിനിമം ദീനും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എത്ര തിരക്കുണ്ടെങ്കിലും 5 നേരത്തെ നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത്, അതിലൊരു കോംപ്രമൈസ് വരുത്താതിരിക്കുക എന്നുള്ളത്, അത് നിങ്ങൾ ആലോചിക്ക്. ഏത് തിരക്കിലും അത് നിലനിർത്താൻ പറ്റുന്നത് നമസ്കാരം 5 നേരത്തെ നമസ്കാരം നിശ്ചയിച്ച അള്ളാഹുവിന് സർവ്വസ്തുതിയും. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് അള്ളാഹിനെ ഓർക്കാനുള്ളത്,
അല്ലേ? രാവിലെയും വൈകുന്നേരത്തും ദിക്റുകൾ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് അത്യാവശ്യമുള്ള ദിക്റുകൾ ഓതുക എന്നുള്ളത്, ഒരു ദിവസം കുറച്ചെങ്കിലും ഒരു 4-5 ആയത്തെങ്കിലും അർത്ഥറിഞ്ഞിട്ട് ഓതി അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുക എന്നുള്ളത്. എവിടേക്കാണ് സഹോദരങ്ങളെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഈ ദുനിയാവ് ഒരു വഞ്ചനാചരക്ക് മാത്രമാണ്, ഒരു വഞ്ചനാചരക്ക്. ഇത് നമ്മളെ കബളിപ്പിക്കും, ഇത് വഞ്ചനയുടെ മുതലാണ്, ഇത് വഞ്ചിക്കാൻ മാത്രമുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലേ? ഈ ദുനിയാവിനെ പറ്റി എന്താ പറഞ്ഞത്? അത് നമ്മളൊരു വഴിയാത്രക്കാരനെ പോലെയാണ് ആയിരിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്. നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ എന്താ ചെയ്യുക? പേപ്പർ ശരിയായില്ല, നമ്മൾ വിചാരിച്ച പേപ്പർ ശരി. നമ്മളോട് പറഞ്ഞു നാളെ ക്ലർക്ക് ലീവാണ്, നാളെ വരും, ഏകദേശമൊക്കെ സെറ്റാണ്, നാളെ ഓർഡർ അടിച്ച് തരും എന്ന് പറയുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ഏതായാലും ഇവിടെ നിൽക്കുക, ഒരു റൂം എടുക്കാൻ പോവും അല്ലേ? സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് ഏറ്റവും വില കുറഞ്ഞ റൂം ഏതാ നോക്കി നമ്മൾ പോവും. നമ്മൾ എന്തേ നോക്കുള്ളൂ? കിടക്കാൻ സ്ഥലമുണ്ടോ, നല്ലൊരു ബാത്റൂം ഉണ്ടോ എന്നേ നമ്മൾ നോക്കുള്ളൂ. നമ്മൾ വലിയ റൂമൊന്നും എടുക്കൂല അല്ലേ? അങ്ങനെ എടുത്ത ഒരു റൂമിൽ നിങ്ങൾ കിടക്കണ ആലോചിച്ച് നോക്കി. നാളെ നമുക്ക് പേപ്പർ കിട്ടും, നാളെ തിരിച്ച് KSRTC ട്രെയിൻ തൽക്കാലം കിട്ടുമോ നോക്കി, അത് കിട്ടുമെങ്കിൽ അങ്ങനെ പോരും, എങ്ങനെയൊക്കെ മാർഗമുണ്ടോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ബസ്സുണ്ടോ നോക്കും. ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ആ റൂമിൽ ഇങ്ങനെ കിടക്കുമ്പം അതിൻ്റെ ചുമരൊക്കെ ഇങ്ങനെ കേടെന്തുകയാണ്. നമ്മൾ ആരെങ്കിലും ആ ചുമര് നന്നാക്കണീനെ പറ്റി ആലോചിക്കലുണ്ടോ? അല്ലേ? ആ പെയിൻ്റൊക്കെ മോശമാണല്ലോ, ഇനി ഇവിടെ പെയിൻ്റ് അടിച്ചണമെന്ന് നമ്മൾ ആലോചിക്കുമോ? കാരണം എന്താ? നമ്മൾ നാളെ പോകും, നമ്മളെ പേപ്പർ നാളെ കിട്ടും, നമ്മൾ നാളെ പോകും, നാളെ വേറെ ആരെങ്കിലും ഒന്ന് ഇവിടെ നിൽക്കും, നമ്മളെന്തിനപ്പോൾ ഇത് നോക്കണ്? അതേപോലെയാണ് സഹോദരങ്ങളെ ദുനിയാവ്. ഒരു വഴിയാത്രക്കാരന് ഒരു സ്ഥലത്ത് ഇറങ്ങി ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് കാറിൽ നമ്മൾ വന്ന് ഫോണിൻ്റെ അടി ഒന്ന് ചായ കുടിച്ചാന്ന് കണ്ട് ഒരു ചായ കുടിച്ചാൻ ഇറങ്ങിയിട്ട് നമ്മൾ ആ ചായ കുടിക്കുമ്പം ആ പുറത്തുള്ള പരിസരത്തോട് നമുക്ക് എന്ത് മാത്രം ബന്ധമുണ്ടാകും? ആ ഒരു ബന്ധമാണ് ഒരു വിശ്വാസിക്ക് ദുനിയാവിനായിട്ടുള്ളത്. ദുനിയാവ് വേണ്ട നല്ല സഹോദരങ്ങളെ. ദുനിയാവ് ഒരിക്കലും ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഇടപെടാൻ സമ്മതിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ടാർഗറ്റ് ആഖിറത്താണ് അല്ലേ? വൽ ആഖിറത്തു ഖൈറും വ അബ്ക. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തു അഅല ഓതുകയാണ്. വൽ ആഖിറത്തു ഖൈറും വ അബ്ക, ഖൈറും വ അബ്ക, ഖൈറും വ അബ്ക. ആഖിറത്താണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്, എന്നെന്നും ബാക്കിയാകുന്നത് ആ ആഖിറത്താണ് എന്ന് നിരന്തരം ഓർമ്മിക്കാണ്. വഫിൽ ആഖിറത്തി ഖൈറുൻ വൽ ആഖിറത്തു ഖൈറും വ അബ്ക. എന്നിട്ടോ ഫീ സുഹഫി ഇബ്രാഹീമ വ മൂസ. അതന്നെയാണ് മൂസൻ്റെയും ഇബ്രാഹിമിൻ്റെയും ഏടിലുള്ളത്. ഈ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഏടുകളിൽ മുഴുവനുള്ളത് അതാണ്. ഈ ദുനിയാവ് ബാക്കിയാവില്ല, ആഖിറത്താണ് ബാക്കിയാകണത്. അതുകൊണ്ട് ആ ആഖിറത്തിനു വേണ്ടി പണിയെടുത്തോളി മക്കളെ എന്നതാണ് സഹോദരങ്ങളെ. അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹുവിനെയാണ് എനിക്കിഷ്ടമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആഖിറത്താണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് ആ ആഖിറത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ? ആ റബ്ബിനെ കാണുക എന്നുള്ളതാണ്. ഈ 2 കണ്ണുകൾ കൊണ്ട് നാളെ 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ ഒരു മറയില്ലാതെ അള്ളാഹുവുമായി സംസാരിക്കുന്ന, അള്ളാഹുവിനെ കാണുന്ന ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് റബ്ബിനെ കാണലാണ്. ആ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ പടച്ചോനെ സ്നേഹിച്ച് പടച്ചോൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും വരുത്താതെ, എന്തൊക്കെ ദുനിയാവിൽ നഷ്ടങ്ങളുണ്ടായി, ഒരു വീട് വെക്കാൻ പറ്റിയില്ല, ആരും കടം തന്നില്ല, വാടക വീട്ടിൽ കിടന്ന് മരിക്കേണ്ടി വന്നു, ഒരു സങ്കടമില്ല സഹോദരങ്ങളെ. വാടക വീട്ടിൽ കിടന്ന് മരിച്ചാൽ നാളെ പരലോകം നഷ്ടപ്പെടൂല. നാളെ ഖബറിലെ ചോദ്യം നീ സ്വന്തമായ പൈസ കൊടുത്ത വീട്ടിലാണോ വാടക വീട്ടിലാണോ കിടന്നത് എന്നല്ല ഖബറിൽ ചോദിക്കുക എന്താണ് അല്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നോ അല്ലേ എന്നല്ല ഖബറിൽ ചോദിക്കുക. സഹോദരങ്ങളെ, ഖബറിൽ നിന്റെ റബ്ബാരാണ്, നിന്റെ പ്രവാചകനാരല്ലേ, നിന്റെ ഇമാമാരാണ്, നിന്റെ നബി ആരാണ് എന്ന ചോദ്യമാണ്. മുർസലുകൾക്ക്, ദൈവദൂതന്മാർക്ക്, മുർസലീകൾക്ക് എന്തുത്തരമാണ് ജീവിതം കൊണ്ട് നൽകിയത് എന്ന് മാത്രമാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് അതിന് നമ്മൾ മറുപടി പറയേണ്ടത് ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിലൊരു വീഴ്ച വരുത്താതിരിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. ഒരു തടസ്സം അള്ളാഹുവിൻ്റെ ദീൻ അനുസരിക്കുന്നതിൽ, അതേത് കാര്യത്തിലാണെങ്കിലും അതിന് ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക, ദീനിനെ നിങ്ങളോട് പറയാനുള്ള ഒരു പോയിന്റ് അതാണ്, പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദീനിനെ തല കുത്തനെ മനസ്സിലാക്കരുത്. ഒരു സ്ത്രീ വന്നിട്ട്
അബോർഷൻ നടത്തി തരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ മനസ്സിലാക്കുക, ദീനിനെ തലകുത്തനെ മനസ്സിലാക്കണതിനെ ഒരു ഉദാഹരണം പറയണം. അബോർഷൻ നടത്തി തരണം. അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പം എന്തിനാണ് അബോർഷൻ നടത്തുന്നത് ചോദിച്ചപ്പം ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്താ ഇപ്പം കഥ? ചില ആൾക്കാർ നോമ്പിന് കാണാൻ പള്ളിക്ക് സ്ഥിരമായിട്ട് തറാവീക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് സ്കരിച്ചനാണ്, എന്നിട്ട് തറാവി ജമാഅത്തിന് കൂടണാണ് അല്ലേ? തഹജ്ജുദ് സ്കരിച്ച് കാണ്ട് കടന്നുറങ്ങി സുബൈ പോകാറുണ്ട്. എന്താ ഇപ്പം അവസ്ഥ? അപ്പൊ ദീനിനെ തല കുത്തനെ, ദീനിൽ അള്ളാഹുവും റസൂലും പ്രാധാന്യം കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. അതിൽ ഫർളിനാണ് മുൻഗണന. സുബൈ ജമാഅത്തായിട്ട് പങ്കെടുക്കണം അല്ലേ? തഹജ്ജുദ് സ്കരിച്ചിട്ട് സുബൈ ജമാഅത്ത് പോകുക എന്ന് പറഞ്ഞാൽ അതെന്ത് ദീനാണ് സഹോദരങ്ങളെ? ഹജ്ജിന് പോകാൻ വേണ്ടി അബോർഷൻ നടത്തുക എന്ത് ദീനാണ്? അപ്പം അതുകൊണ്ട് ദീനിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദീനിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്, ചില ഉസൂൽ, ചില അടിസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഫർളിനാണ് മുൻഗണന. ഫർളിൽ കോംപ്രമൈസ് വരുത്താൻ പാടില്ല. ഫർള് പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ സുന്നത്തെടുക്കുക, അല്ലാതെ ഫർള് നഷ്ടപ്പെടുത്തിയിട്ടല്ല സുന്നത്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് വലിയ പാപമാണ്, വലിയ പാപമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു എല്ലാം കാണും, അള്ളാഹു എല്ലാം കേൾക്കും എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മൊയ്തീൻ ഷെയ്ഖ് കേൾക്കും, മൊയ്തീൻ ഷെയ്ഖ് കാണുമെന്ന് പറയാം അല്ലേ? നമ്മൾ മമ്പറത്തേക്ക് പോവുക, അവിടുത്തെ കുരുത്തക്കെട് തട്ടും. ചില ആൾക്കാർ പറയും, ഇജ്ജ് കട്ടെടുത്തുകണോ ചോദിച്ചാൽ ഇജ്ജ് അങ്ങനെ ചെയ്തുകണോ ചോദിച്ചാൽ വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല. എന്നാ മമ്പറത്തെ തങ്ങളെ പാപ്പാൻ്റെ പേരിൽ സത്യം ചെയ്യാറിയുമ്പോൾ അത് പറ്റൂല. അള്ളാഹിൻ്റെ പേരിൽ വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല അറിയാം. നീ മമ്പറത്തെ തങ്ങൾ പാപ്പാൻ്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞാലോ ഓന് പേടിയാണ്, കുരുത്തക്കേട് ഇട്ടും. പടച്ചോൻ്റെ കുരുത്തക്കേട് ഓന് പേടിയില്ല. സഹോദരങ്ങളെ, ഇതല്ലാതെ പിന്നെ എന്താണ് ശിർക്ക്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുക, അള്ളാഹുവിനെ മാത്രം നേർച്ച നേരുക. ഇതന്നെയാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ, ഇപ്പോൾ വണ്ടി കൊണ്ടുപോയിക്കാണ്ട് എന്താണ്, പുതിയ വണ്ടി എടുത്തുകണ്, എന്നിട്ട് ജാറത്തിൻ്റെ അവിടെ കൊണ്ടുപോയി ഒരു പച്ച തുണിയൊക്കെ ഇട്ട് മൂടുക. ബൈക്കുമരൊക്കെ ഉണ്ട് ഒരു സാധനം കെട്ടി വെച്ചിരിക്കണ്. ചില ആൾക്കാരെ ബൈക്കുമ്മ കാണാൻ ഒരു കെട്ട്, ജാറത്ത് കൊണ്ടുപോയിക്കാണ്ട് എന്തൊരു സാധനം കെട്ടിയിരുന്നു. ബൈക്ക് ആക്സിഡൻ്റ് ആകാതെക്കാം. എന്താ ഇപ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ആകാതെക്കാം? എന്നിട്ട് അത് തിരിച്ചു വരുമ്പോൾ ആക്സിഡൻ്റ് ആയി. അപ്പോൾ കളിയാക്കിയപ്പം പറയാണ് ആ ഹജ്ജിന് പോയിട്ട് ആൾക്കാർ മരിച്ചില്ലെന്ന്. ഹായ്, എന്താ മറുപടി? ജാറത്തുനിന്ന് കെട്ടി വന്ന ബൈക്ക് ആക്സിഡൻ്റ് ആയതിൻ്റെ മറുപടി എന്താണ്? ജാറത്തെ ഹജ്ജിന് പോകുമ്പോഴും ആൾക്കാർ മരിച്ചണില്ലെന്ന്. സഹോദരങ്ങളെ, ഇതന്നെയാണ് പരീക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത്. അതിനെന്താ നിങ്ങൾ അനുസരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ തൗബ ചെയ്യുക, അല്ല പശ്ചാത്തപിക്കുക എന്നല്ലാതെ അതിനൊരിക്കലും ന്യായീകരിക്കാൻ പോകരുത്. അത് വലിയ തെറ്റാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നേരെ മറിച്ച് ആ ധിക്കാരത്തെ ന്യായീകരിക്കുക എന്നുള്ളത് അത് കുഫറാണ് അല്ലേ? പലിശ ഞാൻ നിർബന്ധ ഘട്ടത്തിൽ വാങ്ങിപ്പോയതാണ്, പടച്ചോനെ മാപ്പാക്കണേ എന്ന് പറയണം. എന്തോ അത് തെറ്റാണെങ്കിലും ആ പലിശ വാങ്ങിയൊരു പശ്ചാത്താപമുണ്ട്. നേരെ മറിച്ച് ഒരാൾ പറയാണ് ഇന്നത്തെ കാലത്തെ പലിശയൊന്നും തെറ്റല്ല, അതൊക്കെ നബിൻ്റെ കാലത്ത് പറഞ്ഞ പലിശ എന്ന് പറഞ്ഞാൽ അത് ഈ പലിശല്ല, ഇത് വേറെ പലിശയാണ്, ഈ പലിശയിലൊന്നും തെറ്റില്ല എന്ന് പറയുന്നത് അത് കുഫറാണ്, അത് ന്യായീകരണമാണ്, തെറ്റുകളെ ന്യായീകരിക്കലാണ്. അതിനേക്കാൾ വലിയ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ ഗൗരവമായിട്ട് കാണണം. അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കരുത്. അള്ളാഹുവിനെ റസൂലിനെയും പരിഹരിക്കുക എന്നുള്ളത് അത് കുഫറാണ്. അതുകൊണ്ട് അള്ളാഹുവിനും റസൂലിനും ജീവിതത്തിൽ നൽകേണ്ട വില നൽകിക്കൊണ്ട് ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പനകൾ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ ഈ പ്രസ്ഥാനം, ഈ സംരംഭങ്ങളും, ഇപ്പം നമ്മൾ പീസ് റേഡിയോ ആയാലും, നമ്മൾ അന്നൂർ ഖുർആൻ പഠന പദ്ധതി ആയാലും, ലൈഫ് കോഴ്സായാലും, നമ്മളിവിടെ പള്ളിക്ക് നടന്ന ഖുർആൻ ക്ലാസ് ആയാലും, ഹദീസ് പാഠായാലും, ഇതൊക്കെ എന്തിനാണ്? ഈ അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് അല്ലേ? ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുമ്പോഴല്ലേ. ഇപ്പം നമ്മളെ ഭാര്യ നമ്മൾ കാലങ്ങളായിട്ട് നമ്മളെ കൂടെ ഉള്ളതാണ്. ഇപ്പം നമുക്കറിയാം നമ്മൾ വരുമ്പം എന്തൊക്കെയാണ് വേണ്ടത് അല്ലേ? നമ്മളെ കള്ളിത്തുണി എടുത്തുകൊണ്ടെന്ന് തരും, നമുക്ക് സോപ്പ് കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ വെള്ളം ചൂടാക്കി തരും. അങ്ങനത്തൊക്കെ എന്താ നമ്മളെ ഇഷ്ടങ്ങൾ അറിയണോണ്ടാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുക,
അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ് ഒരാളോട് സ്നേഹം കാണിക്കാന്ന്. നിങ്ങൾ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അത് ബോധ്യപ്പെടുത്തണം. സ്നേഹമുണ്ട് അല്ലേ, നമ്മൾ പറയും സ്നേഹമുണ്ട്, ഞാൻ എന്നല്ലാതെ വേറെ ആരെ സ്നേഹിക്കണ്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കത് ബോധ്യപ്പെടണം. അതെപ്പോഴാണ് ഉണ്ടാകുക? അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അറിഞ്ഞുകൊണ്ട് പരിഗണിക്കുമ്പോഴാണ് ഒരാൾ സ്നേഹമുണ്ടെന്ന് തെളിയിക്കുക. അത് അള്ളാഹിനോട് റസൂലിനോട് എങ്ങനെ സ്നേഹിക്കുക? അത് നമ്മൾ കൂടുതൽ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ ഏതാണ് എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നബി പഠിപ്പിച്ചത് എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രവാചകന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് സഹോദരങ്ങളെ ഈ ദീനിൻ്റെ പഠന സംരംഭങ്ങൾ മുഴുവനും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇമാം ബുഖാരി ഒരു ജീവിതകാലം മുഴുവൻ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി എഴുതാൻ വേണ്ടി ചെലവഴിച്ച സമയം അല്ലേ, അത് തേടി പിടിച്ച് കണ്ടെത്തി, അത് റൗള ഷരീഫിൽ പോയിട്ട് ഓരോ ഹദീസിനും 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോ ഹദീസും എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചു. അപ്പോൾ എത്ര റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും? അങ്ങനെ എഴുതിയ ഹദീസ് ഗ്രന്ഥമാണ് ബുഖാരി. ഇന്നും ആളുകൾ അത് വായിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതിന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് ആ അറിവ് അത് നേടാൻ അതൊക്കെ ചെയ്തു വെച്ചത് എന്തിനാണ്? ഇതൊക്കെ വായിക്കാനും പഠിക്കാനും പ്രയോഗവൽക്കരിക്കാനും പ്രബോധനം ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും. ഈ പ്രകാശത്തെ അത് അള്ളാഹു നിലനിർത്തും. നമുക്കതിൽ എന്ത് പങ്കുണ്ട് എന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ? നമുക്ക് എഴുതാൻ പറ്റുമോ? എഴുതാം. നമുക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റുമോ? പറഞ്ഞുകൊടുക്കാം. ഒന്നും പറ്റൂലെങ്കിൽ ഒരു പീസ് റേഡിയോൻ്റെ ലിങ്കെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കുക. അറിയാത്തമാർക്ക് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. നല്ല ആൻഡ്രോയിഡ് ഫോണൊക്കെ മക്കൾ കൊടുത്ത് എല്ലാ അമ്മമാരുടെ കയ്യിലുണ്ടാവും. ഒരു കല്യാണത്തിനോ തക്കാരത്തിനോ ഒക്കെ പോകുമ്പം ആ ആപ്പ് സ്റ്റോർ തുറന്നിട്ട് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ ഓണാക്കാൻ പഠിപ്പിച്ചാൽ വെറുതെ ഇങ്ങനെ നിൽക്കണ നേരത്തെ സഹോദരങ്ങളെ പൂനിലാവും അറിവുനിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കേൾക്കുന്നതിന് പകരം വിശാലമായ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും യഥാർത്ഥ മൻഹജിൽ നിന്നുള്ള ആ അറിവ് പ്രവാചകൻ എങ്ങനെയാണോ സഹാബത്തിനെ പഠിപ്പിച്ചത്, സഹാബത്ത് എങ്ങനെയാണോ അത് താബീകൾക്ക് കാണിച്ചു കൊടുത്തത്, ആ മൻഹജനുസരിച്ച് ദീൻ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒട്ടനവധി സംരംഭങ്ങൾ സഹോദരങ്ങളെ, അത് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, അത് പ്രബോധനം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ ഇതേപോലെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും കുടുംബത്തെയും രക്ഷിക്കുമാറാകട്ടെ. 70,000 ആളുകൾ നാളെ വിചാരണ കൂടാത്ത സ്വർഗത്തിൽ പോകുമെന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പ്രവചനമുണ്ട്. ആ 70,000-ൽ അള്ളാഹു നമ്മളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.